ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമാക്കപ്പെട്ട ജന്മദിനം കൊണ്ട് ആഘോഷിച്ചു ആ റബീഉൽ അവ്വൽ 12 കടന്നുപോയി. അതിന്റെ ബാക്കിയും ഇനിയും റബീഉൽ അവ്വൽ 12 അന്ന് മാത്രമല്ല നമ്മൾ റബീഉൽ അവ്വലിനെ സ്നേഹിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടുകാർ അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേർക്ക് സംഘടിപ്പിച്ചിട്ടുള്ള ഈ വഅള് പരമ്പര അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വേണ്ട വിധേന സ്വീകരിക്കുകയും ഇത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നമുക്ക് നാളെ ഒരു മുതൽക്കൂട്ടാക്കി തരുകയും ചെയ്യട്ടെ. ഇവിടെ ഇരിക്കുന്നവർ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുകയും അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആത്മാർത്ഥമായി സ്വലാത്തുകൾ ചൊല്ലുകയും ചെയ്യുക. അതാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമാക്കപ്പെട്ട റബീഉൽ അവ്വൽ, അതിനെ നമ്മളൊക്കെ വല്ലാതെ സന്തോഷത്താൽ മനസ്സിന്റെ മനോമുകുരത്തിൽ മായാത്തൊരു ചിത്രം പോലെ മലീമസമാകാത്ത മനസ്സുകൊണ്ട് നമ്മളൊക്കെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി അല്ലേ? അതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ റബീഉൽ അവ്വലിന്റെ ഓരോ ദിവസങ്ങളിലും നമ്മുടെ കൊച്ചുമക്കളും വലിയവരും ഉൾപ്പെടെ ഈ വഴിയോരത്തുകൂടി സഞ്ചരിച്ചു പോയത് അല്ലേ? ഖുലൂ തക്ബീർ വിളിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവിടത്തെയോടുള്ള നല്ല നല്ല മദ്ഹുകൾ പാടിക്കൊണ്ട് ഈ വഴിയോരത്തുകൂടി അവരൊക്കെ കടന്നുപോയി. ഇതൊക്കെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ ലോകത്തെന്നല്ല ഈ അണ്ഡകടാഹങ്ങൾക്ക് മുഴുവനും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ അനുഗ്രഹമായിട്ട് അല്ലാഹു തആല ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കിയില്ലേ? അതിന്റെ ഭാഗമായി നമ്മളൊക്കെ നല്ലതുപോലെ സന്തോഷം കൊണ്ട് മൗലിദ് ആഘോഷിച്ചില്ലേ? എല്ലാ ദിവസവും അല്ലാഹുവിന്റെ പള്ളികളിൽ ഇരുന്നു കൊണ്ട് മൗലിദുകൾ പാരായണം ചെയ്തിരുന്നില്ലേ? ഇതേപോലെ ഒരുപാട് മദ്ഹുകൾ ലോകത്തിന്റെ നേതാവിന്റെ പേർക്ക് നമ്മളൊക്കെ ചൊല്ലിയിരുന്നില്ലേ? എന്തുകൊണ്ടാ? അവിടത്തെയോടുള്ള സ്നേഹം കൊണ്ട്, അവിടത്തെയോടുള്ള ആദരവ് കൊണ്ട്. എന്നാൽ ഇങ്ങനെ ഒക്കെ ലോകത്തിന്റെ നേതാവിന്റെ പേർക്ക് സ്വലാത്തുകളും മദ്ഹുകളും മൗലിദുകളുമായി നമ്മുടെ സമയങ്ങൾ നമ്മൾ കുറച്ച് മുന്നോട്ട് വെച്ചു. അതിന്റെ അർത്ഥം തന്നെ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നുവെന്നാണ്, നബി തങ്ങളെ സ്നേഹിക്കുന്നുവെന്നാണ്, ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിന്റെ മനോമുകുരത്തിൽ കൊണ്ടുവന്നെന്നാണ്. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. അതില്ലാതെ റബീഉൽ അവ്വൽ 12 മാത്രം കടന്നു വരുമ്പോ അന്ന് രാവിലെ എഴുന്നേറ്റുകൊണ്ട് കുളിച്ചൊരുങ്ങി പുന്നാര മക്കളെ നല്ല വസ്ത്രവും അണിയിപ്പിച്ചൊരുക്കി അവരെ പറഞ്ഞു വിടുന്നത് കൊണ്ട് മാത്രം സ്നേഹമായില്ല. അല്ലെങ്കിൽ കുട്ടികൾ കടന്നു വരുമ്പോ ദഫ് കളി കാണാനോ പാട്ട് കേൾക്കാനോ ആയിട്ട് കാര്യമില്ല. ലോകത്തിന്റെ നേതാവിന്റെ വാക്കുകൾ അക്ഷരം പ്രതിമായാത്തൊരു ചിത്രം പോലെ മനസ്സിന്റെ മനോമുകുരത്തിൽ വെക്കാത്തടത്തോളം കാലം ഒരു മനുഷ്യനിക്കും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയൂല. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. സ്വലാത്തുകൾ ചൊല്ലി മനസ്സ് മുഴുവനും സന്തോഷമാണ് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ലോകത്തിന്റെ നേതാവ് മദീനത്തുറങ്ങുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന്റെ മനോമുകുരത്തിൽ മായാതെ നമ്മൾ കൊണ്ടു നടക്കില്ലേ? എന്നാൽ 2 കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ലാതെ, നമ്മൾ സൂക്ഷിച്ചിട്ടല്ലാതെ നബി തങ്ങളെ സ്നേഹിച്ചെന്ന് പറയാ എനിക്കോ നിങ്ങൾക്കോ കഴിയില്ല. മുഹമ്മദ് മുസ്തഫ കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരണം. ഏതാ 2 കാര്യം? വളരെയേറെ വിശദീകരണമില്ലാതെ കിടക്കാം. ഒന്ന്, നിന്റെ മാതാവിനെ, നിന്റെ പിതാവിനെ വളരെയധികം സ്നേഹിക്കണമെന്നുള്ളതാണ്. വളരെയേറെ സന്തോഷത്തോടുകൂടി ഓരോ രാവുകൾ കടന്നു പോകുമ്പോഴും ഓരോ പകലുകൾ കടന്നു പോകുമ്പോഴും അല്ലാഹ്
എന്റെ വീട്ടിന്റെ അകത്തട്ടിൽ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് രോഗമുണ്ടോ? അതല്ല എന്റെ ഉമ്മാക്ക് രോഗമുണ്ടോ? അതല്ല എന്റെ സഹോദരങ്ങൾക്ക് രോഗമുണ്ടോ? അതല്ല എന്റെ ഉപ്പാന്റെ അവസ്ഥ എന്താണ്, എന്റെ ഉമ്മാന്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് ചിന്തിക്കാതെ, അവരോടൊന്ന് സുഖം പോലും അന്വേഷിക്കാതെ ഈ ദുനിയാവിന്റെ പുറത്തുകൂടി അലസന്മാരായിട്ട് നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മദീനത്തെ പുന്നാര ഹബീബായ റസൂലുള്ള പറയാ, എന്നെ ആര് സ്നേഹിക്കുന്നുവോ അവനവന്റെ മാതാവിനെ പിതാവിനെ സ്നേഹിക്കട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നെ ആര് സ്നേഹിച്ചാലും, എന്നെ ഇഷ്ടപ്പെട്ടാലും, എന്നെ ബഹുമാനിച്ചാലും ആദ്യം അവൻ ചെയ്യേണ്ടത് അവന്റെ മാതാവിനെയും പിതാവിനെ സ്നേഹിക്കല. ഇല്ലെങ്കിലോ കരയുന്ന കണ്ണീരാലേ കഥനങ്ങൾ മാറാതല്ലേ, വീട്ടിൻ്റെ ഉള്ളറയിൽ കരയുന്ന ഉമ്മയല്ലേ, പൊട്ടിക്കരഞ്ഞു ഇല്ലേ, വേദന മാറുന്നില്ലേ, പൊന്നാര പൂമക്കളാം വിട്ടു പിരിഞ്ഞതല്ലേ. എത്രയോ ദിവസങ്ങളായിട്ട് കണ്ണുനീരോടെ വേദനയോടെ ഗദ്ഗതത്തോടെ വീട്ടിന്റെ അകത്തട്ടില് പ്രിയപ്പെട്ട ഉമ്മ കഴിയുമ്പോ, പ്രിയപ്പെട്ട ഉപ്പ കഴിയുമ്പോ, എന്റെ ഉപ്പ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾക്ക് സുഖമാണോ, സന്തോഷമാണോ? നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് വല്ലതും ആവശ്യമുണ്ടോ ഉപ്പ എന്ന് വന്ന് ചോദിക്കാ എന്നുള്ള യുവാക്കളുടെ മനസ്സിന് സാധിക്കുന്നുണ്ടോ? ഉപ്പ ഒന്ന് സുഖമില്ലാതെ കിടന്നാൽ, ഉമ്മ ഒന്ന് സുഖമില്ലാതെ കിടന്നാൽ അവർക്ക് വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ടി സന്തോഷത്തിന്റെ ഒരു വാക്ക് പറയാനും എന്നുള്ള ചെറുപ്പക്കാർ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നില്ലവർ. എന്നാൽ ഈ യുവാക്കൾ, ഈ യുവതികൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കഴിയുമ്പോ തന്നെ ആ ഉമ്മയും ഉപ്പയും ഒരുപാട് ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരുന്നു. അല്ലാ, എന്റെ മക്കൾ വളർന്നു വന്നാൽ, എനിക്കൊരു കുഞ്ഞിക്കാലുണ്ടായാൽ ഈ പൊന്നുമോനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരണമെന്ന ചിന്തയോടെ ആഗ്രഹത്തോടെ മനസ്സിന്റെ മനോമുഖരത്തിൽ കൊണ്ടു നടക്കുന്ന എത്രയോ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഇന്ന് കഥനത്തിന്റെ കിടാ കണ്ണീരായിട്ട് ഒരിക്കലും പോലും എത്രയോ കഥകളാ നമ്മൾ പത്രങ്ങൾ കൂടി വായിച്ചു കൊണ്ടിരിക്കുന്നു. ചില മക്കള് പറയാറില്ലേ, എന്റെ ഉമ്മയെ ഞാൻ ഇന്നടുത്ത് കൊണ്ടാക്കി മാസം 10,000 രൂപ എണ്ണയാ കൊടുക്കല്, ഈ 10,000 രൂപയോ 20,000 രൂപയോ നിന്റെ ഉമ്മാക്കും നിന്റെ ഉപ്പാക്കും എണ്ണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് യാതൊരു കാര്യവുമില്ല. നിന്റെ ഉമ്മയും നിന്റെ ഉപ്പയും ഇനി എത്ര വലിയ കോടീശ്വരനായിരുന്നാലും നിന്റെ വീട്ടിൽ ഒരേപോലെ സ്നേഹത്തോട് സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോയാൽ അങ്ങനെ കഴിയുന്നതിലാണ് വില. അല്ലാതെ അവിടെ കൊണ്ടാക്കി 50,000 രൂപ കൊടുക്കുന്നുണ്ട് മാസം, എന്റെ ഉമ്മാക്ക് വേണ്ടി എന്റെ ഉപ്പാക്ക് വേണ്ടി 50,000 രൂപ ഞാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഇതിനകത്തൊരു കാര്യമില്ല. നമുക്ക് വില നമ്മളോടൊപ്പം നമ്മളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയില്ലേ, നമ്മളെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉപ്പയോട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീട്ടിന്റെ അകത്തട്ടിൽ കിടന്നുറങ്ങുന്നു, അതിനാണ് വില. അല്ലാതെ 1000 രൂപ എല്ലാ ദിവസവും ഉപ്പാക്ക് വേണ്ടി കൊടുക്കുന്നു, എവിടെ വീട്ടിൽ വെച്ചല്ല വൃദ്ധസദനങ്ങൾ കൊണ്ട് കൊടുക്കുന്നു, ഇതിനകത്തൊരു കാര്യമില്ല. മനസ്സിലാക്കണം, ഉപ്പയെ ഉമ്മയെ ഒന്ന് മനസ്സിലാക്കണം, അവർ സ്നേഹത്തിന്റെ സാഗരങ്ങളാണ്. അല്ലാഹുവിന്റെ ഖുർആനാണ് തെളിവ്. അല്ലാഹു മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൽ വഫിസാലുഹു ഫീ ആമൈൻ അഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. ഇത് ഷമീറിന്റെ വാക്കല്ല, ഇവിടെ ഇരിക്കുന്ന ആലിമുകളുടെ വാക്കല്ല, പിന്നെ ആരാ പറയുന്ന എന്നറിയോ?
എന്നെയും നിന്നെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്താവായ ജഗദീശ്വരനായ തമ്പുരാനാ പറയുന്നത്. എന്താ പറയുന്നത് എന്നറിയോ? വവസ്സൈനൽ ഇൻസാൻ, മനുഷ്യരോട് അല്ലാഹു തആല വസിയത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് പഠിപ്പിച്ചു കൊടുത്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂലിനെ എത്തിച്ചു കൊടുത്തിട്ടുള്ള ഖുർആനിന്റെ വചനം അവിടത്തെ മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കാൻ വേണ്ടി അവിടുന്ന് ഓതി കൊടുക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല്. എന്താ ഓതിയത്? വവസ്സൈനൽ ഇൻസാൻ, മനുഷ്യരോട് നാം വസിയത്ത് ചെയ്യുകയാണ്. എന്തിന്റെ വിഷയത്തിലെന്നറിയോ? ബിവാലിദൈ, അവന്റെ മാതാവിന്റെ വിഷയത്തിലാണ്, അവന്റെ പിതാവിന്റെ വിഷയത്തിലാണ് അല്ലാഹു അതാ വസിയത്ത് ചെയ്യുന്നത്. കാരണം എന്തെന്നറിയോ? ഉമ്മയെ സ്നേഹിക്കണമെന്ന് പറയുന്ന കാരണം എന്തെന്നറിയോ? ഉപ്പയെ സ്നേഹിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ഹമലതുഹു ഉമ്മുഹു വഹനൻ ലലാ. ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾക്കറിയാമല്ലോ, മക്കളെ ഗർഭം ചുമന്നുകൊണ്ട് ദുനിയാവിന്റെ പുറത്തു കൂടിയിട്ട് സഞ്ചരിക്കുമ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന കൊച്ചുമക്കളെ, നല്ലതുപോലെ പഠിച്ചോ. നിന്റെ ഉമ്മയെ മനസ്സിലാക്കിക്കോ, നിന്റെ ഉമ്മയെ നിന്റെ ഉപ്പയെ മനസ്സിലാക്കിക്കോ. അല്ലാഹു തആല ഖുർആനിലൂടെയാണ് പറയുന്നത്. ഹമലതുഹു ഉമ്മുഹു, നിന്റെ ഉമ്മ നിന്റെ ഗർഭം ചുമന്നത് എങ്ങനെയെന്നറിയോ? പ്രയാസത്തിന്റെ മേലെ പ്രയാസമാണ്, ബുദ്ധിമുട്ടിന്റെ മേലെ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടിന്റെ മേലെ കഷ്ടപ്പാടാണ്. അതാ ഞാനും നിങ്ങളുമാകുന്ന മക്കളില്ലേ, ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ തട്ടിൽ കിടക്കുമ്പോ ഉമ്മ കഴിക്കുന്ന ആഹാരത്തിന് രുചിയില്ല. ഇനി എത്ര നല്ല രുചിയുള്ള ആഹാരം കൊടുത്താൽ ഉമ്മ കഴിച്ചാൽ ഉമ്മാക്ക് രുചിയില്ല. വളരെ പെട്ടെന്നവർ വെളിയിലേക്ക് അതിനെ ഛർദ്ദിച്ചു കളയുകയാണ്. ഒന്ന് ചരിഞ്ഞു കിടക്കാൻ കഴിയുന്നില്ല, ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇരിക്കാൻ കഴിയുന്നില്ല. ഇരിക്കാൻ നേരത്ത് അവർക്ക് തോന്നുന്നത് ഒന്ന് കിടക്കണമെന്നായിരിക്കാം, കിടക്കുന്ന സമയത്ത് അവർക്ക് തോന്നുന്നത് ഒന്ന് ഇരിക്കാമെന്നായിരിക്കും. ഇങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പ്രയാസവും എല്ലാം അനുഭവിച്ചുകൊണ്ടാ ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരെന്ന് പറയുന്നവരെ പോലും നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഗർഭം ചുമന്നുകൊണ്ട് നടന്നെന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കണം. ഇന്നിപ്പോ നമ്മൾ പറയാറില്ല, ഞാൻ ഉപ്പയാണ്, ഞാൻ ഉമ്മയാണ്. എപ്പോഴാ ഉപ്പയായത്? ആദ്യം നിങ്ങൾ മക്കളായില്ലേ? നിങ്ങളുടെ ഉപ്പയെയും നിങ്ങളുടെ ഉമ്മയെയും എങ്ങനെയെങ്കിലും നിങ്ങൾ യഥാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? ചിന്തിക്ക്. ഉണ്ടാവൂല. കൈ വന്ദിക്കാൻ പറഞ്ഞ ഉണ്ടാവൂല. പറയാ, അതുകൊണ്ട് നിന്റെ ഉമ്മയെ നീ സ്നേഹിക്കണേ, നിന്റെ ഉപ്പയെ ബഹുമാനിക്കണേ. വഫിസാലുഹു ഫീ ആമൈൻ, 2 കൊല്ലക്കാലം നിന്റെ ഉമ്മ നിനക്ക് അമ്മിഞ്ഞ പാല് നൽകിയില്ലേ? 1 മണിയെന്നല്ല, 2 മണിയെന്നല്ല, 3 മണിയെന്നല്ല, ഏത് പാതിരാത്രി സമയത്ത് പൊന്നുമോനെ നീ ഉണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞാലും ഉമ്മയെടുത്ത് വെച്ചുകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അശ്ഹേറെ കണ്ണേ കാരയല്ലേ മോനെ, ആറ്റക്കനിയായ മോനല്ലേ, അല്ലാഹു തന്ന കനിയല്ലേ, നീതി കരയാതുറങ്ങൂ നീ പൂമോനെ. ഉമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് താരാട്ട് പാട്ട് പാടി ഉറക്കാറുണ്ട്. ഉമ്മാന്റെ മടിത്തട്ടിനെ നിങ്ങൾ ബാത്റൂം ആക്കി മാറ്റിയില്ലേ? ഉമ്മാക്ക് മനം വെറുപ്പില്ലാതെ, ഉമ്മാക്കൊരു അലർജി ഇല്ലാതെ നിന്റേതായ നിന്റെ മലമൂത്രം എല്ലാം അവരുടെ കൈകൊണ്ട് വാരിക്കളഞ്ഞില്ലേ? ഇന്നാ ഉമ്മ ഇന്ന് നിനക്കും അധികപ്പറ്റായില്ലേ? നിന്നെ പോറ്റി വളർത്തിയ നിന്റെ ഉപ്പയും അധികപ്പറ്റായി മാറിയില്ലേ? അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ള ബാങ്കിന്റെ ധ്വനിയില്ലേ? ഉപ്പാന്റെ കർണപുടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോ ഓ സമയം മുതൽ പ്രിയപ്പെട്ട പിതാവ് ചാടി എഴുന്നേൽക്കുകയാ. എന്തിനാണെന്നറിയോ? ആരുടെ വായിലിരിക്കും
വിളിക്കുന്ന ചീത്ത കേട്ടാലും കുഴപ്പമില്ല, ആരുടെ കാല് പിടിച്ചാലും കുഴപ്പമില്ല. അല്ലാ, എന്റെ മക്കള് പട്ടിണി കിടക്കല്ല റബ്ബേ, മക്കള് പട്ടിണി കിടക്കാൻ പാടില്ല. ആ ഒരു ചിന്ത ഉപ്പാക്ക്, എന്റെ മക്കള് പട്ടിണി കിടന്നു പോയാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഉപ്പാക്ക് വല്ലാണ്ട് ബേജാറാണ്. ഉപ്പ അവിടെ നിന്ന് നേരെ എഴുന്നേൽക്കുന്നു. ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് പോയി ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ടുവന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഉപ്പ നേരം വെളുത്തിട്ട് വൈകുന്നേരം വരെ ജോലി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ ആ കാശും കൊണ്ട് കടന്നു വരുമ്പോഴായിരിക്കാം ഒരു പക്ഷേ നിനക്കൊരു രോഗം തരിക. ഉടൻ ആ കാശ് മുഴുവൻ ഞാൻ ഇത്രയും നേരം വരെ ജോലി ചെയ്തിട്ടുള്ള കാശാണല്ലോ എന്ന് നോക്കാതെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ രോഗം അവനെയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഇതൊക്കെ മക്കൾ മറന്നുപോയി. മക്കൾ ഇവിടെ എല്ലാം ഹതപതനത്തിന്റെ കടാവിളക്കിന്റെ പടുകുഴി, മക്കൾ മുഴുവൻ ചാഞ്ഞുപോയി. ഇന്നിപ്പോൾ അവന്റെ ഉപ്പയേക്കാൾ അവന്റെ ഉമ്മയേക്കാൾ അവനിക്ക് ഏറ്റവും നല്ല കൂട്ടുകാർക്കാണ് അവൻ കൊടുക്കുന്നത്. തന്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയ ഉപ്പ, ഒരുപാട് കഷ്ടപ്പെട്ട ഉമ്മ. ഈ ഉമ്മയും ഉപ്പയും ഇരിക്കുമ്പോ അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കടന്നു വരികയാണ് അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ. എഞ്ചിനീയറായി അവന് വേണ്ടി ഒരുപാട് സ്ഥല സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത ഉപ്പയും ഇരിപ്പുണ്ട്. ഈ എഞ്ചിനീയറായ മക്കളുടെ വീട്ടിലേക്ക് തന്റെ കൂട്ടുകാര് വന്നപ്പോ വയോവൃദ്ധയായ ഉമ്മ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇതെന്റെ മോനാണ്. അങ്ങനാണല്ലോ മക്കള് ഒന്ന് വളർന്നു വരുമ്പോ അതൊരു വല്ലാത്തൊരു സന്തോഷം കൊണ്ട് ഉപ്പയും ഉമ്മയും പറയും, ഇതെന്റെ മകനാ വന്നിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ അവനിക്ക് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണം എന്നുമ്മ പറയാൻ വേണ്ടി സന്തോഷത്തോടു കൂടി ഇറങ്ങി വരുമ്പോ ആ ഉമ്മയുടെ കണ്ണിൽ പൊടി വാരിയിടുന്ന എത്രയോ മക്കളാണ് ഈ എരിയാൽ എന്ന് പറയുന്ന ദേശത്ത് പോലും ഉള്ളത്. കൊല്ലം ജില്ലയിൽ എന്നല്ല, ഇന്നിന്റെ അണ്ടകടാഹങ്ങളിലുള്ള മുഴുവൻ മക്കളും പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തള്ളുന്ന ഒരു വൃത്തികെട്ട അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയാൽ അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് നഷ്ടം. മറിച്ചോ അള്ളാഹുവിന്റെ നരകമാണ്. അള്ളാഹു നമ്മൾ അതിൽ നിന്നും കാത്തുരക്ഷിക്കുമാറല്ലേ. അതുകൊണ്ട് ചിന്തിക്കണം, എന്റെ ഉപ്പയും എന്റെ ഉമ്മയും കടന്നു വരുമ്പോൾ നമ്മൾ ഇനി എത്ര വലിയ ഉയർന്ന സ്ഥാനത്തെത്തിയാലും എന്റെ ഉപ്പയാണെന്ന് പറയാൻ നമുക്കൊരു മടി വേണ്ട, എന്റെ ഉമ്മയാണെന്ന് പറയാൻ നമുക്കൊരു മടി വേണ്ട. അവരങ്ങോട്ട് വയസ്സ് ചെല്ലും തോറും കുട്ടികളുടെ സ്വഭാവമായിരിക്കും. അത് നമ്മൾ നല്ലതുപോലെ പഠിച്ചു മനസ്സിലാക്കണം. നല്ലതുപോലെ അവരെ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള സന്തോഷം നമുക്ക് കിട്ടും. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, യഖ്ബലുല്ലാഹു തലാതൻ ഇല്ലാ മഅ തലാത. മൂന്ന് കാര്യങ്ങൾ കൊണ്ടല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല. ഇത്താഅത്തുല്ലാഹി ഇല്ലാ അല്ലാഹുവിനെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ ആദ്യം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ സ്വലാത്തില്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇവിടം വരെ വന്നത് പശുവായിട്ടും. അപ്പൊ നിങ്ങൾ സ്വലാത്തില്ലെങ്കിൽ കാര്യമില്ല. പുന്നാര നബിയുടെ റൗള ശരീഫ് കാണാൻ കൊതിയായി മനസ്സിൻ നിലാവ് ആനന്ദമേറുന്ന ആറ്റൽ നബിയോരെ കാണാൻ കൊതിയാണ് മനസ്സിൽ മായാത്ത നിധിയാണ്. നിബിധങ്ങളെ കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയുന്നത് വരെ ഉറക്കെ സ്വലാത്ത് ചൊല്ലണം. അതുകൊണ്ട് ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സ്വലാത്ത് മതി. ഇതിലൂടെ നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയും. നമുക്കൊന്നും മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ്. അത് ഉറക്കെ സ്വലാത്ത് ചൊല്ലണം. അതുകൊണ്ട് നമ്മുടെ മാതാവും നമ്മുടെ പിതാവും നല്ലതുപോലെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവരെ സ്നേഹിക്കണം. അതാണ് പറഞ്ഞ ഒന്നാമത് അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടുന്നതിലൂടെയാണ് അള്ളാഹുവിനെ വഴിപ്പെടുക.
സകാത്ത് കൊടുക്കുന്നതിലൂടെയാണ് നമ്മുടെ നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കപ്പെടുക. ഒരുപാട് വിശദീകരിക്കാനുള്ള വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, എന്നാൽ അതിക്രമിച്ചു പോകും. മൂന്നാമത് പറഞ്ഞു ശുക്റുല്ലാഹ് ഇല്ലാ മഅ ശുക്രിൽ വാലിദീ. അല്ലാഹുവിന് നന്ദി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്റെ പ്രിയപ്പെട്ട മാതാവിനും പിതാവിനും നന്ദി ചെയ്യുന്നതിലൂടെയാണ് എന്ന് മദീനത്തെ വസന്തമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാക്ക് നീ എന്ത് ചെയ്തോ, ഉപ്പാക്ക് എന്ത് സേവനം ചെയ്തോ, അതിലൂടെയാണ് നിന്റെ വിജയം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു വിജയമില്ല. ഇവിടെ നല്ല ആഖിറത്തിൽ പോലും നമുക്കൊരു രക്ഷയുമില്ല. നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ വീട്ടിന്റെ അകത്തട്ടിലുള്ളപ്പോ ആർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടെന്നൊരു ചോദ്യം വന്നാൽ അത് നമ്മുടെ ഉമ്മക്ക. നമ്മുടെ ഉമ്മക്ക. ഇത് കേട്ടുകൊണ്ട് എന്തേണ്ട ഉപ്പമാരും വിഷമപ്പെടണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ മധ്യത്തെ വാതിൽ അത് ഉപ്പയാണ്. നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മധ്യത്തെ വാതിലിലൂടെ നമ്മൾ ഏതായാലും കേറിപ്പോകും. മധ്യത്തെ വാതിൽ ഉപ്പമാരാണ്. ധൈര്യമായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ട് വരാം. എന്താ ഉമ്മക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കാനുള്ള കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈൻ. പറയുന്ന ബൂറൈറ റളിയല്ലാഹു ചോദിച്ചൊരാൾ നബിയോട് സല്ലല്ലാഹു നബിയഹ കുന്നാസിയാരാണെന്റെ മേൽ അതു നിന്റെ മാതാവാണ് എന്നും നിന്റെ മേൽ. വീണ്ടും അയാൾ ചോദിച്ചു പിന്നീടാരാ. അപ്പോൾ ജവാബും മേൽ പറഞ്ഞതിലാരാ. മൂന്നാമതായി ചോദിച്ചു പിന്നീടാരാ. മറുപടി അതിനും ഉമ്മ തല്ല സോദരാ. ആരാണ് പിന്നീടത് പിതാവാണെന്ന് നാലാമതായി നബി മുസ്തഫ പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരാള് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ നബിയേ, എന്റെ വീട്ടിൽ എന്റെ ഉപ്പയുണ്ട് നബിയേ, എന്റെ ഉമ്മയുണ്ട് നബിയേ, എന്നാൽ ഞാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുക? എന്റെ ഉമ്മക്കാണോ അതല്ല എന്റെ ഉപ്പക്കാണോ? റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മോനെ നിന്റെ ഉമ്മക്കാ, നിന്റെ ഉമ്മക്കാ. രണ്ടാമതും ചോദിച്ചു ഇനി ആർക്കാ നബിയേ? അതും നിന്റെ ഉമ്മക്കാണ്. മൂന്നാമത് ചോദിച്ചു ഇനി ആർക്കാ? ആ സമയത്തും പറഞ്ഞു അതും നിന്റെ ഉമ്മക്കാ. ആരാണ് പിന്നീടതു പിതാവാണെന്ന് നാലാമതായി നബി മുസ്തഫ പറയുന്നു. ഇനി ആർക്കാ നബിയേ എന്റെ വീട്ടിന്റെ തട്ടത്തിൽ ഞാൻ സ്ഥാനം കൊടുക്കേണ്ടത്? ആ സമയത്ത് അവിടെ നിന്ന് പറയുകയാ അത് നിന്റെ ഉപ്പക്കാ. എന്താണ് കാരണമെന്നറിയോ? നമ്മളെ വയറ്റിന്റെ കത്ത് ഗർഭം ചുമന്നുകൊണ്ട് 10 മാസക്കാലം കൊണ്ട് നടന്നിട്ട് മരണത്തോട് മല്ലടിക്കുന്ന വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ചത് അത് നമ്മുടെ ഉമ്മയല്ലേ. അതുകൊണ്ട് ഉമ്മക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുക. മുഹമ്മദ് മുസ്തഫ
ഉറക്ക സ്വലാത്തുല്ലി മനുഷ്യരെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറയാ, കേൾക്കുന്ന കാര്യം മാറിപ്പോകണ്ട, നല്ലപോലെ കേട്ടാൽ മനസ്സിലിരിക്കും. ഉദാഹരണം പറഞ്ഞുതരാം. ഒരാൾ ഇംഗ്ലണ്ടിൽ പോവാ. അപ്പൊ സാധാരണഗതിയിൽ ഇംഗ്ലണ്ടിൽ പോകണമെങ്കിൽ എന്ത് വേണം? അല്പമെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് അറിയാത്ത വ്യക്തി ഇംഗ്ലണ്ടിൽ പോയിട്ട് കാര്യമില്ല അല്ലേ? അതേപോലെ ഒരാൾ ഇംഗ്ലണ്ടിൽ പോകുന്ന നേരത്ത് പച്ച മലയാളം പോലും അറിയില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇംഗ്ലണ്ടിൽ പോകുന്ന നേരത്ത് കൂട്ടുകാരൻ തോന്നിട്ട് കളിയാ ഞാൻ ഇംഗ്ലണ്ട് വരെ പോവാ, പക്ഷെ നീ തീരെ എനിക്ക് എന്തറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, നീ എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് നീ പേടിക്കാ വേണ്ട, നീ വന്നാ നിനക്ക് ഞാൻ എല്ലാ ഇംഗ്ലീഷും പറഞ്ഞു തരാന്ന് പറഞ്ഞു. പിറ്റേന്ന് സുബൈന്റെ ഭാഗം കേട്ട പാടെ ഓടി വീട്ടിൽ പോയി. ഞാൻ വന്നിട്ടുണ്ട്, നീ ഇംഗ്ലീഷ് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്, കുഴപ്പമില്ല, ചായ കെട്ടുപിടിച്ച് ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുത്ത് അവിടെ ഇരിക്കാം. നീ ഇവിടെ ഇംഗ്ലണ്ടിൽ പോയി ഇറങ്ങി ആദ്യം പോയി ഇറങ്ങി കഴിയുമ്പോ ആരെന്ത് ചോദിച്ചാലും നീ ഒന്നും പറയണ്ട, യെസ് എന്ന് മാത്രമേ പറയാവൂ, വേറെ ഒരു കാര്യം മിണ്ടാൻ പാടില്ല. അൽഹംദുലില്ലാഹ് സന്തോഷമായി. ഞാൻ വിചാരിച്ചു ഇത് മാത്രം മതി. അടുത്ത വണ്ടി കയറി പാസ്പോർട്ട് മിസ്റ്റേക്ക് എടുത്ത് നേരെ ഇംഗ്ലണ്ടിൽ പോയി ഇറങ്ങിയ പാടെ ആദ്യം കണ്ട ഒരു ഗുസ്തിക്കാരൻ. അദ്ദേഹം ഇംഗ്ലീഷിൽ ചോദിച്ചു. അതിപ്പോ ഞാനിവിടെ മലയാളത്തിൽ പറയട്ടോ. എന്താ ചോദിച്ചെന്നറിയോ? നീ എന്നോട് ഗുസ്തിക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചു. ഇവൻ അങ്ങോട്ടും നോക്കിയില്ല ഇങ്ങോട്ടും നോക്കിയില്ല, യെസ് എന്ന് പറയലും അടി വീഴില്ല ആവശ്യം പോലെ. അടുത്ത വണ്ടി ഒരു നേരെ നാട്ടിൽ വന്ന് അളിയാ ഇംഗ്ലണ്ടില്ല. കാരണം എന്താ? ചെന്നിറങ്ങിയ പാട് ഇടിയാ. അങ്ങനെ പറയാൻ പറ്റില്ല, ഒന്നും കൂടി പോകണം. ഇനി പോയി കഴിഞ്ഞാൽ ആരെന്ത് ചോദിച്ചാലും നീ യെസ് പറയണ്ട, മാറ്റി പിടിക്കണം, നോന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇവന് നല്ല സന്തോഷമായി. അടുത്ത വണ്ടി കയറി നല്ല ബാഗ്, വലിയ ബാഗെല്ലാം സാധനങ്ങൾ ഫുള്ള് വാരി കുത്തി കയറി നേരെ ഇംഗ്ലണ്ടിൽ പോയി. ചെന്നിറങ്ങിയപ്പോൾ കണ്ടാരാ? പഴയ ഗുസ്തിക്കാരന്. ഇദ്ദേഹം ചോദിച്ചു, അന്ന് കിട്ടിയത് മതിയായോ എന്ന് ചോദിച്ചു ഇംഗ്ലീഷ്. ഇവൻ പറഞ്ഞു നോന്ന് പറയാനും. പിന്നെ പറയേണ്ട ആവശ്യമാരി അടി. അതേപോലെ എന്തെങ്കിലും കേട്ട് പറഞ്ഞ് എന്തെങ്കിലും കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് കേൾക്കുന്ന കാര്യം മനസ്സിരുത്തി കേൾക്കാൻ അല്ലാഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് തരട്ടെ. അതാണ് പറഞ്ഞത്, ഉമ്മയും ഉപ്പയും നമ്മുടെ സ്വർഗത്തിന്റെ രണ്ട് കവാടങ്ങൾ. ആ കവാടങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ചില വീടുകളിൽ എന്റെ ഉമ്മമാര് മനസ്സിലാക്കണം, എന്റെ സഹോദരിമാരെന്ന് മനസ്സിലാക്കണം, കല്യാണം കഴിയുന്നത് വരെ ഉപ്പ എന്ന് പറഞ്ഞ തേനിങ്ങനെ ഇറ്റി വീഴും, ഉമ്മ എന്ന് പറഞ്ഞാലും തേനിറ്റി വീഴും. പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോ ഭർത്താവുമായിട്ട് കൂടി ഒരു ജീവിതം വരുമ്പോ ഉമ്മാനെ കുറിച്ച് കുറ്റം പറയുന്ന ചില മക്കൾ നിന്റെ ഭൂമി ലോകത്തുണ്ട്. ഈ ഒരു കോലം വന്നാൽ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കലലിന്റെ കഷ്ണമേ ഫാത്തിമ, നീ നിന്റെ ഭർത്താവുമായി കൊണ്ട് ദുനിയാവിൽ ജീവിക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയായ എന്നെ കുറിച്ച് കുറ്റം പറയല്ലേ ഫാത്തിമ. നിന്റെ ഉമ്മ ഖദീജയെ കുറിച്ച് കുറ്റം പറയല്ലേ ഫാത്തിമ. ഇതാര് പറയുന്നു എന്നറിയോ? ഒരിക്കലും കളവ് പറയാത്ത മദീനത്തെ വസന്തമായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ഉറക്ക സ്വലാത്തില്ലേ? അതാ പറഞ്ഞ ഫാത്തിമ, എന്റെ ഉപ്പാനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഞാനിപ്പോ ഒരാളെ കൈപിടിച്ച് ഏൽപ്പിക്കാം. അതുകൊണ്ട് നീ അവനുമായിട്ട് കൂടിക്കലരുമ്പോ നമ്മളെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകല്ലേ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ പറഞ്ഞു, എന്റെ ഉപ്പ എന്റെ മനസ്സിന്റെ വസന്തമാണ് അവിടുന്ന്, എന്നെ സ്നേഹത്തിന്റെ മണിദീപങ്ങൾ ചാർത്തിയ എന്റെ പുന്നാര നബിയേ. അവിടത്തെ കുറിച്ച് കുറ്റം പറയാ, അവിടത്തെ കുറിച്ച് ആക്ഷേപിക്കാ ഞാൻ വളർന്നില്ല നബിയേ. അവിടത്തെ കുറിച്ച് കുറ്റം പറയാൻ എന്നെ കൊണ്ട് കഴിയോ? ആക്ഷേപിക്കാൻ എന്നെ കൊണ്ട് കഴിയോ? ഒന്നിനും കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് അവിടെ നിന്ന് പറയല്ലേ ഉപ്പ എന്ന് പറഞ്ഞു പോയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏരിയൽക്കാരോട് പറയാ, നിന്റെ ഭർത്താവുമായിട്ട് കൂടുമ്പോ, നിന്റെ കൂട്ടുകാരുമായിട്ട് കൂടുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച്, നിന്റെ ഉപ്പയെ കുറിച്ച് മോശമായിട്ട് പറയരുത്. അല്ലേ? സ്ത്രീധനത്തിന്റെ കാര്യങ്ങൾ വരുമ്പോ, പിന്നെ പണ്ടത്തിന്റെ കാര്യം വരുമ്പോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ഉമ്മാനെ കുറിച്ച് മോശമായിട്ട് പറയുന്ന മക്കളുണ്ട്, ഉമ്മാനെ കുറിച്ച് മോശമായിട്ട് പറയുന്ന മക്കളുണ്ട്. അതൊന്നും മാറ്റിയില്ല എങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയിൽ നമ്മൾ പെട്ടുപോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉമ്മയും ഉപ്പയും സദാസമയവും സ്നേഹത്തിന്റെ മണിദീപങ്ങൾ നിങ്ങൾ ചൊരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
അത് സന്തോഷമാ. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന് വേണ്ടി മാത്രം വന്നിട്ടുള്ളതല്ല, പിന്നെ ആർക്കെല്ലാം വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞെന്നറിയോ? എന്തെന്ന്? വഇദ് അഖദിനാ മീസാക ബനീ ഇസ്രായീൽ ലാ തഅബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിന്റെ ഖുർആനാണ്. വദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വഖൂലൂ ലിന്നാസി ഹുസ്നാ വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത ثم توليتم إلا قليلا منهم وأنتم معرضون. ഈസാ നബിയോട് മാത്രമല്ല, മൂസ നബിയോട് മാത്രമല്ല, അതുപോലെ തുടങ്ങിയുള്ള മുഴുവൻ അംബിയാ മുർസലുകളോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പറയാത്ത ഒരേ ഒരു പ്രവാചകനുണ്ട് എങ്കിൽ അത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം. കാരണം നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും ആദമും ഹവ്വാവുമാണല്ലോ. അതുകൊണ്ട് അവരോട് ഒഴികെ ഈ ദുനിയാവിന്റെ പുറത്ത് 1,24,000-ൽ പരം വരും അംബിയാ മുർസലുകളിൽ. ഇവരോടെല്ലാം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, മാതാവിന്റെയും പിതാവിന്റെയും വിഷയം അവരെ വേദനിപ്പിക്കല്ലേ, അവരെ പ്രയാസപ്പെടുത്തല്ലേ, അവരെ കണ്ണീരിലാഴ്ത്തല്ലേ, അവരെ ദുഃഖിക്കല്ലേ. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ലോകത്തിന്റെ നേതാവിനോട് മാത്രമല്ല, മുസ്തഫ നബിയോട് മാത്രമല്ല, ദുനിയാവിൽ വന്നിട്ടുള്ള മുഴുവൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, ഉമ്മയെ ഉപ്പയെ ആക്ഷേപിക്കുന്ന, അവരെ കുറ്റം പറയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകാൻ പാടില്ല. ഉമ്മമാരുടെ എന്ത് പറഞ്ഞാലും കണക്കാണ് അല്ലേ? ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചല്ല കേട്ടോ. ഇനിയിപ്പം പോകുന്ന വഴിക്ക് നമ്മളെ കുറിച്ച് നീ പറയണ്ട, അങ്ങനെ അങ്ങനെ വേണ്ട. 3 പെണ്ണുങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി റബ്ബേ ഒന്നും പറയണ്ട. 3 പെണ്ണുങ്ങൾ വരിക്ക് ഇങ്ങനെ നിക്കാപ്പ നമസ്കരിക്കാം. അപ്പൊ ഉസ്താദ് പറഞ്ഞു, പെണ്ണെ നമസ്കരിക്കാൻ വേണ്ടി കയറി പിന്നെ മുണ്ടാൻ പാടില്ല. ഇതെല്ലാം പഠിച്ചിട്ട് പെണ്ണുങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി വന്നിരുന്നു. 3 പേരും പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കയ്യെ കെട്ടി ഒരാൾ സൂറത്തുൽ ഫാത്തിഹ ഓതി, അടുത്ത ആള് മറ്റാള് ഇങ്ങനെ 3 പേരും ഫാത്തിഹ ഓതിക്കൊണ്ടിരുന്നപ്പോഴാണ് അടുക്കള ഒരു പൂച്ച വന്നേ. ഉടൻ തന്നെ ആദ്യത്തെ പെണ്ണ് പറഞ്ഞു, എടി അടുക്കള പൂച്ച കയറിയെന്ന് തോന്നുന്നു. അപ്പൊ രണ്ടാമത്തെ പെണ്ണ് കയ്യെട്ടിക്കല്ലേ, എടി ഉസ്താദ് പറഞ്ഞിട്ടില്ലേ നമസ്കാരത്തിൽ മിണ്ടാൻ പാടില്ല. മൂന്നാമത്തെ പെണ്ണ് പറയാം, അതുകൊണ്ടല്ലേ ഞാൻ അവിടെ മിണ്ടാതെ. ഇതാണ് പെണ്ണുങ്ങൾ. അങ്ങനല്ല, അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറയാ, നിന്റെ മനസ്സിന്റെ മനോമുഖരത്തൊരു മായാത്തൊരു മറയാത്തൊരു ചിത്രം പോലെ സദാസമയം നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും ഉണ്ടാകണം. ഏത് ബിസിനസ് ആയിരുന്നാലും, ഏത് കച്ചവടമായിരുന്നാലും, എന്ത് ജോലിയായാലും ഇതിനകത്തൊക്കെ ഒരു വിജയം വേണമെങ്കിൽ അത് നിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ദുആയിലൂടെ മാത്രമാണ്. എന്തിനേറെ ഈ വഅദ് പരമ്പരയ്ക്ക് വേണ്ടി ഇവിടേക്ക് ഞാൻ വരുമ്പോ, ഇന്നാണ് ഞാൻ ഇവിടേക്ക് എത്തുന്നത്. സുഖമില്ലാതിരുന്നിട്ട് ഞാൻ എന്റെ ഉമ്മയോട് ചോദിച്ചു, തീരെ സുഖമില്ല, അവര് വിളിക്കുന്നതുമുണ്ട്. അവസാനം ഉമ്മ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം, അവര് കുഴപ്പമില്ല, നീ പൊക്കോളാൻ പറഞ്ഞു. ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അല്ല വേണ്ടി വെച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ ഇന്നിപ്പോ നിന്ന് വഅദ് പറയാനെ കൊണ്ട് കട്ടില്ല എന്ന് ഞാൻ നല്ല ഉറപ്പിച്ച് ഇരുന്ന് പറയാനേ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അൽഹംദുലില്ലാഹ്, നിന്ന് തന്നെ ഇത്രയും നേരമായിട്ട് ഒരു കുഴപ്പവുമില്ല. അല്ലാഹു തആല നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്കൊക്കെ തരട്ടെ. അതുകൊണ്ട് പറയും, മാതാവിന്റെ പിതാവിന്റെ വാക്കുകൾക്ക് എപ്പോഴും വിലയാണ്, അതൊരു സന്തോഷമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു പെണ്ണ് കെട്ടി കഴിയുമ്പോ ഉമ്മാനെ മറക്കുന്നൊരു സ്വഭാവം ഉണ്ടാകരുത്, ഉപ്പാനെ മറക്കുന്നൊരു സ്വഭാവം ഉണ്ടാകരുത്. ഇന്നിപ്പോ എന്താ, കല്യാണം കഴിയുന്നവരെ ഉപ്പയൊക്കെ എന്ത് സ്നേഹമായിരുന്നല്ലേ, ഉമ്മ എന്ന് പറഞ്ഞ ഇട്ടി വീഴും. പക്ഷേ കല്യാണം കഴിഞ്ഞ് പെണ്ണിന്റെ വാക്ക് കേട്ടുമ്പോ പിന്നെ ഉപ്പായോടുള്ള സ്നേഹം കുറഞ്ഞു, ഉമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു. ഒരു പക്ഷേ ഒരു പെണ്ണ് നിന്റെ ഉപ്പയെ കുറിച്ച് ഉമ്മയെ കുറിച്ച് പാതിരാത്രി നീ കിടന്നുറങ്ങുന്ന സമയം വന്നുകൊണ്ട് പറയാൻ വേണ്ടി ഇരുന്നാൽ പറഞ്ഞു വിലക്കണം, എന്റെ ഉമ്മയെ കുറിച്ച് എന്റെ ഉപ്പയെ കുറിച്ച് നിനക്ക് പറയാനുള്ള ഒരു അവകാശമില്ല, അവരെ കുറിച്ച് മിണ്ടാൻ പാടില്ല.
എന്റെ ചെറുപ്പക്കാര് പറയണം, കല്യാണം കഴിഞ്ഞു കഴിയുമ്പോ അവരുടെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചു പോയാൽ ഈ ദുനിയാവ് മാത്രമേ നിനക്കുള്ളൂ, അള്ളാഹുവിന്റെ ആഖിറത്ത് നിനക്ക് നഷ്ടമാണ്. ഇന്നിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒക്കെ കേൾക്കും, ഒരു ചെവി കണ്ട് കേൾക്കും, മറു ചെവി കണ്ട് കളയും. ഇങ്ങനെ പോയ പാപത്തിന്റെ കുഴിയിൽ പെട്ടുപോകും. അതുകൊണ്ട് പെണ്ണേ, എന്റെ ഉമ്മയെ കുറിച്ച് കുറ്റം പറയല്ലേ, എന്റെ ഉപ്പാനെ തള്ളിപ്പറയല്ലേ. അവരെന്റെ സ്വർഗമാ, അവരെന്റെ നരകമാ. ജമീൻ പേലിയു ഹേ जिस तरह अफलाक के नीचे यूं ही जन्नत भी इमाम के खदम के हिकाते नीचे अल जन्नतु तख्त अक़दामिल उम्मा. മാതാവിന്റെ കാൽപാദത്തിനടിയിലാണ് നിന്റെ സ്വർഗമെന്ന് മദീനത്തുറങ്ങുന്ന നബിയേ മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാമ ഇഖ്ബാൽ പറഞ്ഞില്ലേ, ആകാശത്തിന് താഴെ ഭൂമി എന്നതുപോലെ, ആകാശത്തിന് താഴെ ഭൂമി എന്നതുപോലെ നിന്റെ ഉമ്മാന്റെ കാൽ കീഴിലാണ് നിന്റെ സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ട് മദ്രസയിൽ ഒരു കുട്ടിയെടുത്ത് പറഞ്ഞിട്ട്, മക്കളെ ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗം. കാലിന്റെ വെള്ളം കാണിച്ച പാദം കാണിച്ച് നമ്മുടെ ഉസ്താദ് പറഞ്ഞു, ഉമ്മ നമ്മുടെ സ്വർഗം അവിടെ ഇരിക്കണേന്ന് പറഞ്ഞു, കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉപ്പയും ഉമ്മയെന്ന് പറഞ്ഞാൽ കളിപ്പാട്ടമല്ല. കോടികൾ കൊടുത്താലും മതി വരാത്ത, ഇനി ഇനി ലക്ഷക്കണക്കിന് കോടികൾ കൊടുത്താലും വില വരയ്ക്കാത്ത, വില മതിക്കാത്ത ഒരു അമൂല്യ മുത്താണ് നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും. അവരെ നമ്മൾ സ്നേഹിച്ചു കൊണ്ടുവന്നാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോയി. ഖുർആൻ എന്താ പറഞ്ഞത്? ربك لا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واحفظ لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഷമീറിന്റെ വാക്കല്ല, ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരുടെ വാക്കല്ല, അല്ലാഹുവിന്റെ വാക്കാണ്. എന്താ അല്ലാഹ് പറഞ്ഞത്? വഖലാ റബ്ബുക. ഈ ലോകത്ത് ഒരുപാട് ജഡ്ജിമാർ നമ്മൾ കണ്ടവരാണ്, ഒരുപാട് വക്കീലുമാർ നമ്മൾ കണ്ടവരാണ്. എന്നാൽ ഈ ലോകത്തുള്ള മുഴുവൻ ജഡ്ജിമാരുടെയും ജഡ്ജിയായ അല്ലാഹു വിധിക്കുകയാ, വഖലാ റബ്ബുക. അല്ലാഹു വിധിക്കുകയാണ് എന്തിന്റെ വിഷയത്തിൽ? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഹസനാ. മാതാവിനും പിതാവിനും ഗുണം ചെയ്യണം, നന്മ ചെയ്യണം, നന്മ ചെയ്യണം, നന്മ ചെയ്യണം. ശ്രദ്ധിച്ചു കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. എപ്പോഴും കിട്ടുന്ന വിഷയമല്ല. ഇന്നിപ്പോ എല്ലാരും പറയും ഖുർആന്റെ അത്ഭുതം, ഖുർആന്റെ കാല് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറയണ വിഷയം ഉപ്പയും ഉമ്മയും നിന്റെ സ്വർഗമാണ്, നിന്റെ നരകമാണ്. അന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക, എന്നാലേ രക്ഷയുള്ള സഹോദര. 10-20 മിനിറ്റ് കൂടിയാലും ഉമ്മാനെ ഉപ്പാനെ കുറിച്ചൊന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം, എങ്കിലേ രക്ഷയുള്ളൂ. നിന്റെ ഉമ്മല്ലേ, എന്റെ ഉമ്മല്ലേ, നമ്മുടെ ഉപ്പല്ലേ, സ്നേഹിക്കണം, ബഹുമാനിക്കണം. അതാണ് പറഞ്ഞത്. എന്ത്? വബിൽ വാലിദൈനി ഹസനാ. അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന
നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്റെ അടുക്കൽ വാർദ്ധക്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരിൽ ഒരാൾ, ഒന്നുകിൽ നിന്റെ ഉമ്മ അല്ലെങ്കിൽ നിന്റെ ഉപ്പ, ഇവരിൽ ആരെങ്കിലും ഒരാൾ വാർദ്ധക്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവരോട് ചെയ്യുന്നൊരു വാക്ക് പറയല്ലേ, മനസ്സിലാക്കി തരാ. ഉമ്മ വന്നുകൊണ്ട് പറയുന്ന മക്കളെ സുഖമില്ല. ഇന്നിപ്പോ അങ്ങനാണല്ലോ, ഉമ്മാക്ക് വേറെ ആളുകൾ പറയാൻ പറ്റും, ഒരു മനുഷ്യരോടും പറയാൻ പറ്റും, മക്കളോടെ പറയാ സുഖമില്ല എന്ന് പറയാൻ മക്കളെടുക്കലാണ്. അല്ല ഇപ്പൊ വെളിയിൽ പോയി പറയാൻ പറ്റൂ? ഇന്ന് മക്കളെടുത്ത് പറയുമ്പോ ചില മക്കളുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മയുപ്പയും അവരുടെ മനസ്സ് നൊത്ത് പിടഞ്ഞു പോകില്ലേ? ചില മക്കളുടെ വെറും ക്രൂരമായിട്ടുള്ള വാക്കുകൾ അറിയാറില്ലേ ഉമ്മമാര്? ഉമ്മ ഉള്ളപ്പോ ഉമ്മാന്റെ വിലയറിയില്ലോ. ഉമ്മ 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 പൊന്നുമ്മ ഉണ്ണി പൂമോൾക്കി നാരാണുമ്മ ഉമ്മകൾ നൽകാനും ഉരുളച്ചോറൂട്ടാനും ഉലകത്തിൽ തളിയന്നീരാണുമ്മ ഉമ്മ മരിച്ച് 16 ഉപ്പാക്ക് രണ്ടാം നിക്കാഹ് കളിയും ചിരിയും ഉയർന്ന വീട്ടിൽ കരഞ്ഞു കൊണ്ടാടിന്ന് ഞാനും മട്ടിൽ ഉമ്മ 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 പൊന്നുമ്മ ഉണ്ണി പൂമോൾക്കി നാരാണുമ്മ. എത്രയോ പൊന്നുമക്കള് കരഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ ഉമ്മയുടെ സ്നേഹമില്ലാതെ ഉമ്മ വിട പറഞ്ഞു പോയി. ഉപ്പ രണ്ടാമതൊരു കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ ആ ഇളയമ്മാന്റെ ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ള മറുതനം ആ പൊന്നുമോളി ഏറ്റുവാങ്ങിയിട്ടുള്ള സംഭവം നമ്മുടെ കാസർഗോഡ് തന്നെ. കഴിഞ്ഞ കൊല്ലത്തെ പത്രമെടുത്തൊന്ന് വായിച്ചു നോക്കൂ. ഒരുപക്ഷെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതേപോലെ ഒരു മാർച്ച് മാസമാണ് കഴിഞ്ഞ കൊല്ലത്തില് അതാ ഒരു പൊന്നുമോളെ ഇളയമ്മ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് പൊന്നുമോക്കുള്ള ചെവിയിൽ കൂടിയിട്ട് കമ്പി കുത്തിയപ്പോ ആ പൊന്നുമോളുടെ തലച്ചോറില്ലാണ്ടായി പോയിട്ടുള്ള കഥകള്. ഉമ്മയുള്ളപ്പോ ഉമ്മാന്റെ വിലയറിയില്ല, ഉപ്പയുള്ളപ്പോ ഉപ്പാന് വിലയറിയില്ല. അത് മനസ്സാക്കുന്നത് എപ്പോഴെന്നറിയോ? കണ്ണുള്ളപ്പോ കണ്ണിന്റെ വിലയറിയാത്തതുപോലെ. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വിലയറിയില്ല. എങ്ങനെയാ മനുഷ്യൻ? അനാചാരങ്ങൾക്കും ആർഭാടത്തിലും അധപ്പതനത്തിന്റെ നമ്മുടെ കണ്ണിന് നമ്മൾ പാച്ചു വിടാറുണ്ട്. കണ്ണില്ലാത്തപ്പം അല്ലാ നീ പറഞ്ഞതൊക്കെ ശരിയാണ്, ഇപ്പോഴാ ഞാൻ മനസ്സിലാക്കുക എന്ന് പറയാറില്ലേ? അതുകൊണ്ട് സൂക്ഷിക്കണം. നമ്മളെ നല്ലതുപോലെ പോറ്റി വളർത്തിയ ഉമ്മ നമുക്ക് 20-30 വയസ്സ് വരെ നമുക്ക് വേണ്ടുന്ന ഒത്താശകളൊക്കെ ചെയ്തെന്ന ഉമ്മ രോഗിയായി, ഉപ്പ രോഗിയായി, അവർ വീട്ടിന്റെ അകത്തട്ടിൽ കിടക്കുകയാണ്. വല്ലാത്ത വേദനയോടെ പ്രയാസത്തോടുകൂടി ഇന്ന് ചില മക്കളോട് കരഞ്ഞുകൊണ്ട് ഉപ്പാക്കൊരു കാര്യം ചോദിക്കാൻ മടിയാണ്, ഉമ്മയോടൊരു കാര്യം ചോദിക്കാൻ, ഉമ്മാക്ക് മക്കളോട് കാര്യം ചോദിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, വിഷമമാണ്. കാരണം ഈ മക്കൾ എന്താ പറയുക എന്നറിയില്ല. ഇങ്ങനെ വിഷമത്തോടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്താണെന്നറിയോ? യുരീദുൽ ബിർറ ബിഹിമാ മഅൽ ലുത്ഫി വലീനിൽ ജാനിബി. സ്നേഹത്തിന്റെ ചിറവുകള് നിന്റെ ഉമ്മാക്ക് താഴ്ത്തിക്കൊടുക്കണം. ഉമ്മ നിന്റെ അടുക്കിലേക്ക് വരുമ്പോ മോനെ എന്ന് വിളിക്കണം. എന്താ ഉമ്മ, എന്താ എന്റെ ഉമ്മാക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോ തന്നെ ഉമ്മാന്റെ മനസ്സിനൊരു കുളിർമയാണ്. അതല്ലാതെ എന്താ കളവിങ്ങൾക്ക് വേണ്ടെന്ന് ചോദിച്ചാ ഉമ്മാന്റെ മനസ്സിന്റെ വേദന അവിടെ കൂടുകയല്ലേ, അവരുടെ ഹൃദയത്തിന് എടുപ്പ് കൂടുകയല്ലേ. ഇതാരോട് പറയും? മക്കളായ നിങ്ങളോട് പറയാ. ഈയുള്ള ഞാനും നിങ്ങളും നമ്മുടെ ഉപ്പയെ ഉമ്മയെ നമ്മൾ സ്നേഹിക്കാതെ ബഹുമാനിക്കാതെ അവരെ ചവിട്ടിത്തള്ളിയാൽ അല്ലാഹു നമ്മളെ വെറുതെ വിടൂല. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരും. അതുകൊണ്ട് അവർക്ക് സ്നേഹത്തിന്റെ ചിറവ് നമ്മൾ താഴ്ത്തിക്കൊടുക്കണം. ഫലാ യുഗല്ലിദു ലഹുമാ ഫിൽ ജവാബ്. ഉപ്പ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മക്കളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഉപ്പാക്ക് സുഖമില്ല മോനെ, ഉമ്മാക്ക് സുഖമില്ല മോനെ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ പോകാനുള്ള എന്തെങ്കിലും വഴിയൊന്നൊരുക്കി തരുമോ എന്നുപ്പയും ഉമ്മയും വന്നുകൊണ്ട് പറയുമ്പോ ഫലാ
يغلظ لهما في الجباب. എന്നെ കൊണ്ട് കഴിയൂല, നിങ്ങളുടെ പണി ഇങ്ങനെയുള്ള രോധമായ ക്രൂരമായ ശബ്ദം കൊണ്ട് നിങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് സംസാരിക്കാൻ പാടില്ല. ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. സലാത്തിന്റെ പവർ പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കട്ടിയുള്ള വാക്കുകൊണ്ട് ഉപ്പയോട് ഉമ്മയോട് സംസാരിക്കരുത്. ഷഫീഉൽ വറ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ പറഞ്ഞു അവസാനിച്ചിട്ടില്ല, പിന്നെ പറഞ്ഞു വലാ യഹുദ്ദുൻ നദറ ഇലൈഹിമാ. നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്റെ അരികിലേക്ക് വരുമ്പോ, നിന്റെ അടുക്കലേക്ക് അവർ കടന്നു വരുമ്പോ, വലാ യഹുദ്ദുൻ നദറ ഇലൈഹിമാ, അവരുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കല്ലേ, അവരുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കല്ലേ. ഇന്നിപ്പോ എരിയാൽ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഇവിടെ ഇരുന്നു കൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടാകാ, എന്റെ ഉമ്മമാര് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടാകാ, ഉസ്താദെ ഈ പറയുന്ന കാര്യം എന്റെ വീട്ടിലുള്ളതാണ്. ഇന്നിപ്പോൾ എത്രയോ വീടുകളിൽ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും കണ്ണുനീരോടെ കഴിയുന്നില്ലേ, വേദനയോടെ ഗദ്ഗതത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഴിയുന്നില്ലേ. മക്കളെ കാണുമ്പോ എല്ലാ വിഷമങ്ങളും മനസ്സിന്റെ ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് ഉപ്പയും ഉമ്മയും ജീവിക്കുന്നില്ലേ. ഒറ്റയ്ക്ക് പാതിരാത്രി സമയത്ത് ഉറക്കം പോലും ഇല്ലാതെ ഉപ്പയും ഉമ്മയും പോയിരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്നില്ലേ. ഇരുന്ന് കാണാത്ത മക്കള് അള്ളാഹു വെറുതെ വിടൂല്ല പ്രിയപ്പെട്ടവര്. അള്ളാഹു എന്നെയും നിന്നെയും പിടിച്ചു നിർത്തിയിട്ട് മഹ്ശറയാകുന്ന കോടതിയിൽ ചോദിക്കാതെ വെറുതെ വിടൂല്ല. അതുകൊണ്ട് ഉപ്പാനെ കളിയാക്കല്ല മക്കള്, ഉമ്മാനെ കളിയാക്കല്ല മക്കള്, അവരുടെ മുഖത്തേക്ക് തുറച്ചു നോക്കല്ലേ. വലാ യർഫഉ സൗതഹു ഇലൈഹിമാ. ഉമ്മ വല്ലതും പറയുമ്പോ, ഉപ്പ വല്ലതും പറയുമ്പോ അവരുടെ ശബ്ദത്തെക്കാൾ നമ്മുടെ ശബ്ദം ഉയർത്തി നമ്മൾ സംസാരിക്കരുത്. മദീനത്തെ രാജകുമാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വാക്കല്ല പറയുന്നത്, നിബിതങ്ങളുടെ വാക്കാ. നിന്റെ ഉപ്പയുടെ നിന്റെ ഉമ്മയുടെ സൗണ്ടിനേക്കാൾ നിന്റെ ശബ്ദം നീ ഉയർത്തി സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ചാൽ നരകത്തി വാതില് നിന്നെ മാടി വിളിക്കുന്നേ, പോകൂല എന്നും നീ കണ്ണുനീരോടെ പറയുന്നേ. അല്ലാഹുവേ മാലാക മാറു നിന്നെ വലിക്കുന്നേ, പിടിച്ചത തള്ളുന്ന നരക കുണ്ടിലും അന്നേ. നിനക്ക് വന്ന് നാളെ മഹ്ശറ ചെന്ന് നിൽക്കുമ്പോ പിടിച്ച് ഒറ്റ വലിയ മലക്കുകൾ എവിടേക്കാ? നമ്മുടെ കേരളത്തിലേക്കല്ല, നരകത്തിന്റെ പടുകുടി. നമ്മൾ അതിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ ആമീൻ പറയും. അല്ലാഹു അതിൽ നിന്നും നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞു. ഇവിടെ ഞാൻ വന്നത് എന്റെ പവർ പറയാനല്ല, എന്റെ വാദനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം പറയാനല്ല. നിങ്ങൾ ആരുടെയെങ്കിലും ഒരാളുടെ ആമി എനിക്കിവിടെ കിട്ടിയാൽ എന്റെ രോഗവും മാറും, നമുക്ക് സന്തോഷവും. അതിനുവേണ്ടി ഞാൻ വന്നത്. അതുകൊണ്ട് അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ ഉപ്പമാര്, അതുപോലെ ഉമ്മമാര്, കൊച്ചുമക്കൾ എല്ലാവർക്കും മരിക്കുന്ന സമയം ഉപ്പാന്റെ ഉമ്മാന്റെയും പൊരുത്തം കിട്ടി മരിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, അതാണ് വേണ്ടത്. സഹോദരങ്ങളെ, ഉപ്പയും ഉമ്മയെന്ന് പറയുമ്പോ എന്താ? നമ്മൾ നോക്കുമ്പോ സാധാരണ മനുഷ്യർ അല്ലേ? അല്ല, അതിലുപരി അവർക്ക് ഒരുപാട് വ്യക്തിത്വങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അവരെക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. ആ ഉമ്മാന്റെ ഉപ്പാന്റെ മുമ്പിൽ മക്കൾ പോയി ഇരിക്കുമ്പോ ഇന്നുള്ള മക്കൾ എവിടെ ഇരുന്നാലും ഉപ്പ ഇവിടെ ഇരുന്ന അവരുടെ മണ്ടേ കൂടെ ചാടിയ നല്ല മക്കള് അല്ലെ? ഇവിടെ ഇരിക്കും, ഉമ്മ ഇവിടെ ഇരിക്കും, ഉപ്പ ഇവിടെ ഇരിക്കും, മൈൻഡ് പോലും ചെയ്യൂല അല്ലെ? അല്ലെങ്കിൽ ഇല്ലേ പോടാന്ന് പറഞ്ഞ പോയി കളവില്ലേ? നമ്മുടെ മക്കളുടെ അവസ്ഥ എങ്ങനെയാ? എന്താ പറഞ്ഞ നിബിതങ്ങൾ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് പറയാ, നിന്റെ ഉമ്മാന്റെ അടുക്കൽ ഇരിക്കുമ്പോ
മിഥിലൽ അബ്ദി ബൈന സയ്യിദിഹി തദല്ലുലൽ ലഹുമാ. നിന്റെ ഉപ്പാന്റെ നിന്റെ ഉമ്മാന്റെ മുമ്പിൽ നീ ഇരിക്കുമ്പോ ഒരടിമയുണ്ടല്ലോ, യജമാനന്റെ മുമ്പിൽ എങ്ങനെയാണോ ഇരിക്കുക അതേപോലെ നല്ലതുപോലെ ഭവ്യതയോടുകൂടി അച്ചടക്കത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ആയിരിക്കണം ഉമ്മാന്റെ ഉപ്പാന്റെ മുമ്പിൽ ഇരിക്കേണ്ടതെന്ന് മദീനത്തെ പൂങ്കവരെ 140 കോടി മുസൽമാന്റെ ചങ്കിലച്ചോരയായ കരളിന്റെ കാതലായ കണ്ണുലുണ്ണിയായ മദീനത്തെ വസന്തമേ, ഓ വസന്തത്തിൽ വിരിഞ്ഞ പനിനീരേ, ഓ പനിനീരിൽ വിരിഞ്ഞ പരിമളമേ, ഓ പരിമളത്തിൽ വിരിഞ്ഞ സുഗന്ധമേ, നമ്മുടെ ഖൽബിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ. മാറ്റിക്കളയാൻ പറ്റുമോ? തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ബഹുമാനമുള്ളവരും മാതാവും പിതാവും നല്ലവരാണ്. അവരവരിൽ എത്ര മോശമാകട്ടെ, എത്ര മോശമായ കുറ്റം പറയാൻ പാടില്ല. ഉമ്മയുപ്പ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പോലും അവരെ കുറ്റം പറയാൻ പാടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയുപ്പ എത്ര മോശക്കാരായാലും അവർ പറയുന്നത് കേൾക്കണം, അവരനുസരിക്കണമെന്ന് അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉപ്പയോട് ഉമ്മയോട് സ്നേഹമല്ലാത്ത വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. എന്ത് തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും, എന്ത് കുറ്റം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു ഒരു പക്ഷെ ഇവിടെ വെച്ച് മാപ്പാക്കും. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ ഇവിടെ വെച്ച് തന്നെ മാപ്പാക്കും. ഒന്നൊഴികെ ആ വന്നേതാ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഖാലൻ നബി മുഹമ്മദുൻ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലില്ലെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് വാദം പറയില്ല ഉറക്കെ. ഖാലൻ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുല്ലുൽ ദുനൂബി യുഅഖിറുല്ലാഹു മിൻഹാ മാ ശാ ഇലാ യൗമിൽ ഖിയാമ ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ ഫഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാതി വബഅദൽ മമാത്. അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എല്ലാ കുറ്റങ്ങളും ഇവിടെ വെച്ച് അല്ലാഹു തആല മാപ്പാക്കും. ഏതൊഴികെ ഇല്ല ഉഖൂഖൽ വാലിദൈൻ, മാതാവിനെയും പിതാവിനെയും വേദനിപ്പിച്ച ഒരൊറ്റ കാര്യമാണ്. അത് അല്ലാഹു തആല വെറുതെ വിടൂല. അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ നിന്റെ പാപങ്ങൾ നീ ചെയ്തതിന്റെ ആ ഒരു ശിക്ഷ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല പിന്തിപ്പിക്കും. പക്ഷേ ഇവിടെ വെച്ച് പെട്ടെന്ന് എടുത്തു തരുന്ന ഒരേ ഒരു കാര്യം, മാതാവിനെ വേദനിപ്പിച്ചാൽ, മാതാവിനെ വെറുപ്പിച്ചാൽ ഉണ്ടാകുന്ന കാര്യമാണ്. അവരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാകൂല, ഒരു രക്ഷ ഉണ്ടാകൂല. എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഒരു എക്സാമിന് പോയി. ഇങ്ങനെ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു, എടാ ഇന്നിപ്പോ ഏതായാലും നീ അതിന് പോകണ്ട. വെറുതെ പറഞ്ഞാണോ? അല്ലാഹു അവർക്ക് മാത്രമേ അറിയൂ. ഞാൻ വലിയ കാര്യത്തിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഫുള്ള് കാണാതെ പഠിച്ചിട്ട് പോരാഞ്ഞിട്ട് കോപ്പി വരെ എഴുതിക്കൊണ്ട് എന്നിട്ട് തോറ്റു. എന്റെ കാര്യം ഞാൻ മനസ്സിലാക്കരുത് ഉമ്മാന്റെ പൊരുത്തക്കേടാണ്. അതുകൊണ്ട് അവരുടെ പൊരുത്തമായിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ അല്ലാഹു തആല ശിക്ഷ തരും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഫഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസാഹിബിഹി ഫിൽ ഹയാതി വബഅദൽ മമാത്. ഉമ്മാനെ വേദനിപ്പിച്ച മക്കളെ, ഉപ്പാനെ കുറ്റം പറഞ്ഞ മക്കളെ, ഉപ്പാനെ തെറി പറഞ്ഞ മക്കളെ, ഉമ്മാനെ ഉപ്പാനെ ബലിപ്പിച്ചുകൊണ്ട് ദുനിയാവിന്റെ പുറത്തു കൂടിയിട്ട് സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട പുത്ര, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ ഈ ദുനിയാവിൽ വളരെ വേഗം ശിക്ഷ തരുക. മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ ആമീൻ പറഞ്ഞു. ഇത് കാരണങ്ങൾ നമ്മളൊക്കെ രക്ഷപ്പെട്ടാൽ അത്രയുമായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ, എന്റെ ചെറുപ്പക്കാരോട് പറയാ, അവർ നമ്മുടെ സ്വർഗവും നരകവുമാണ്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാലും ശ്രദ്ധിക്കണം. കല്യാണം കഴിഞ്ഞാലും ഉപ്പാനെ ഉമ്മാനെയും വെറുക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. പെണ്ണിന്റെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട എന്നല്ല പറയുന്നത്. ഭാര്യമാർക്ക് സ്ഥാനം കൊടുക്കണം. അത് കൊടുക്കണ്ടെന്ന് ഒരിക്കലും പറയില്ല ഇസ്ലാം. അതിന് അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കണം. എന്നാൽ ഉപ്പാക്കും ഉമ്മാക്കുമാണ് സ്ഥാനം കൊടുക്കേണ്ടത്. അതല്ലാതെ ഉമ്മാക്കുപ്പാക്ക് സ്ഥാനം കൊടുത്തിട്ടില്ല എങ്കിൽ അൽഖമാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ഒരുപാട് വാദങ്ങളിൽ ഒരുപാട് കൊല്ലം കൊണ്ട് നമ്മൾ കേട്ടവരാണ്, പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. എന്തുകൊണ്ടാണ് അൽഖമാ റളിയല്ലാഹു തആല അൻഹുവിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാ? തന്റെ ഉമ്മയെക്കാൾ സ്നേഹം തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊടുത്തു. അങ്ങനെയുള്ള അൽഖമാനെ കൊണ്ട് ഖബറിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, യാ മഅ്ശറൽ മുസ്ലിമീൻ യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി വഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസ് അജ്മഈൻ. ഉമ്മയെക്കാൾ സ്നേഹം ഭാര്യ കൊടുത്തു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ എന്നോട് വെറുപ്പ് തോന്നാൻ വേണ്ടി അല്ല പറയുന്നത്, ഉമ്മയെക്കാൾ സ്നേഹം നിന്റെ ഭാര്യക്ക് നീ കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ശാപം നിന്റെ മേലുണ്ടാവുകയാണ്. വന്നാസി അജ്മഈൻ, മുഴുവൻ ആളുകളുടെയും ശാപം നിങ്ങളുടെ മേലുണ്ടാവുകയാണ്. തീർന്നിട്ടില്ല. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ ഇല്ലാ അയ്യതൂബ ഇലല്ലാഹ് വയുഹ്സിനു ഇലൈഹാ വയതുലബു റിളാഹാ ഫരിളല്ലാഹ് ഫീ റിളാഹാ വസുഖ്തല്ലാഹി ഫീ സുഖ്തിഹാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാ, എന്റെ മുമ്പിലിരിക്കും എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, എന്റെ യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയെക്കാൾ നിന്റെ ഉമ്മയെക്കാൾ സ്ഥാനം നിന്റെ ഭാര്യക്ക് നീ കൊടുത്തു പോയാൽ അല്ലാഹുവിന്റെ ഫലങ്ങളിൽ നിന്ന് അസ്സലാത്തു ഖൈറം മിനന്നൗം എന്നുള്ള ബാങ്കിന്റെ ധ്വനിയില്ലേ, ആ ധ്വനി നിന്റെ കർണപുടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോ ആ സമയം മുതൽ അല്ലാഹുവിന്റെ പള്ളിയിൽ സുബഹി നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, ളുഹർ നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, അസർ നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, ഇശാ നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, അതുപോലെ എല്ലാ സുന്നത്തുകളും ചെയ്യുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഉമ്മയെക്കാൾ സ്ഥാനം ഭാര്യക്ക് നീ കൊടുത്തു പോയാൽ ലാ യഖ്ബലുല്ലാഹ്, അല്ലാഹു നിന്റെ നോമ്പ് സ്വീകരിക്കൂല, അല്ലാഹു നിന്റെ അസർ സ്വീകരിക്കൂല, അല്ലാഹു നിന്റെ സുബഹി സ്വീകരിക്കൂല, അല്ലാഹു നിന്റെ മഗ്രിബ് സ്വീകരിക്കൂല. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫാ, ഒരൊറ്റ ഫർളായ കാര്യം അല്ലാഹു സ്വീകരിക്കൂല. വലാ അദ്ലാ, സുന്നത്ത് നിസ്കാരങ്ങളും അല്ലാഹു തആല സ്വീകരിക്കൂല. ഉമ്മയെക്കാൾ സ്ഥാനം ഭാര്യ കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ വഖത്ത് നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കൂല. ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി പഠിക്കണം, അടിച്ചു മനസ്സിലാക്കണം, മണ്ടയിൽ ഇരുത്തണം. എന്നാലേ അവരോട് നമുക്ക് നല്ല സ്നേഹം തോന്നും, ഒരാദരവ് തോന്നും. ഇതല്ലാതെ ഇവിടെ നിന്നിപ്പോ അത് കഴിഞ്ഞിട്ട് പോകുമ്പോ ആ ഉസ്താദ് എന്തൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു, അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഏതുപോലെ നമ്മുടെ ഉമ്മ കേട്ടതുപോലെ, എന്താ ഉമ്മ എന്നാ കേട്ടത്? മലപ്പുറത്ത് വാളിന് പോവാ. ഈ വാളിന് പോണ സ്ഥലത്ത് മലപ്പുറം തിരൂർ എന്ന് പറഞ്ഞെടുത്ത വാള്, അങ്ങനെ ഉമ്മുമ്മായും ചെറുകുട്ടിയും കൂടെ വാളാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉമ്മ
ഉമ്മ ചോദിച്ചു, മോളെ അള്ളാഹുവിന്റെ റസൂലിനെ കാണുന്നതിന്റെ പൊന്നോക്ക് ആഗ്രഹമില്ലേ? എന്ത് ചോദ്യം? അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ ആഗ്രഹമില്ലാത്ത ആരെന്നെ പിറത്തില്ല, എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് അള്ളാഹിന്റെ ഹബീബിനെ ഒന്ന് കാണണമെന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷിച്ചാല് ഉമ്മയും കുട്ടിയും കൂടെ അവിടെ പോയിരുന്നുകൊണ്ട് വാള് ഈ വാള് കേൾക്കുന്ന സമയത്ത് ഉസ്താദ് ഒരു പാട്ട് പാടി, ഈ ലോകം ജയമണി നബിയുള്ള തിരുവന്നേ. കേട്ടപാടെ ചിരിച്ചോണ്ടിരുന്ന ഉമ്മ ഒറ്റ കരച്ചിൽ. അല്ല, ചെറുകുട്ടിക്ക് മനസ്സിലായി അല്ലുമ്മ എല്ലാരും ചിരിച്ചപ്പോ അല്ല, എല്ലാരും നല്ല സന്തോഷത്തിരുന്നപ്പോ ഉമ്മ മാത്രം എന്താ അങ്ങനെ വല്ലാണ്ട് പൊട്ടിക്കരഞ്ഞു. കുട്ടി ചോദിച്ചപ്പോ, മോളെ ഇങ്ങോട്ട് വന്നപ്പോ എന്താ ഞാൻ ചോദിച്ചു, നബിതങ്ങളെ കാണണോന്ന് ചോദിച്ചപ്പോ നീയും പറഞ്ഞില്ലേ കാണണോന്ന്? അതേ ഉമ്മ. എന്നാ ഉസ്താദ് എന്താ പാടിയെന്നറിയോ? അള്ളാഹിന്റെ റസൂല് തിരൂര് വരെ വന്നിട്ട് പോയപ്പോ കാണാൻ പറ്റിയില്ല. അള്ളാന്റെ റസൂൽ തിരുവരെ വന്നിട്ടും കാണാൻ പറ്റിയില്ല. നമുക്ക് കേട്ട തെറ്റിപ്പോയി. അള്ളാന്റെ റസൂലിന്റെ തിരു മുമ്പിൽ ഒരാൾ വന്നെന്നാ ഉമ്മ കേട്ടത്. മലപ്പുറത്ത് ഒരു അള്ളാഹ് റസൂൽ അല്ലേ? അപ്പൊ അതേപോലെ അങ്ങനെ കേട്ടിട്ട് പോകരുത്. അള്ളാഹു തആല കേൾക്കുന്നതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുന്നത്തും ഫർളൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഈ ഒരൊറ്റ കാര്യം മതി. ഉമ്മാക്കൊരു സ്ഥാനം നമ്മൾ എടുത്തു കൊടുക്ക്. നിന്റെ നിസ്കാരവും സ്വീകരിക്കുന്ന, നിന്റെ നോമ്പ് സ്വീകരിക്കുന്ന, നിന്റെ സ്വതക്കയും നിന്റെ അമലുകൾ മുഴുവൻ അല്ലാഹു തആല സ്വീകരിക്കും. ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വിചാരിച്ചു നിങ്ങൾ? ഉപ്പായും ഉമ്മ എന്ന് പറയുമ്പോൾ രണ്ട് മനുഷ്യ കോലങ്ങൾ അല്ലെ, നമ്മളെ പോലത്തെ സാധാരണ മനുഷ്യർ അല്ലേ എന്ന് ചിന്തിച്ചു പോയ മക്കൾ, അവർക്കുള്ള സ്ഥാനമാനങ്ങൾ നമ്മൾ ഇല്ലാതെയാക്കുന്നു. ഇന്നത്തെ മക്കൾ വേണ്ട. പണ്ടുള്ള മക്കളൊക്കെ ആയിരുന്നുവെങ്കിൽ ഉപ്പ വന്നാൽ ഉമ്മ വന്നാൽ, എന്റെ ഉമ്മാന്റെ അനുഭവം എനിക്കറിയാം. ഞാൻ പറയട്ടോ, പിന്നെ സാധാരണ അന്ന് എനിക്ക് കൂടിപ്പോയ 7-8 വയസ്സേ ഉള്ളൂ. എന്റെ ഉമ്മാന്റെ ഉപ്പായൊക്കെ അവിടെ നിന്ന് വരുമ്പോ അവര് പിന്നെ അവിടെ കാണുമല്ലോ, എഴുന്നേറ്റ് ഓടുമല്ലാണ്, എല്ലാ മക്കളും എഴുന്നേറ്റ് ഓടും. പക്ഷെ ഇന്നിപ്പോ എന്താ, പിന്നെ ഉപ്പായോ ഉമ്മായോ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉപ്പാന്റെ മുമ്പിൽ മക്കൾ നിൽക്കും. എന്നിട്ട് ഉപ്പ മോളെ ഒന്നും മാറില്ല, അങ്ങോട്ട് പൊക്കോട്ടെന്ന് പറയും. ഈ ഒരു അവസ്ഥയായി പോയി. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. എന്താ 40 കൊല്ലം കൊണ്ട് ഒരാള് ഹജ്ജ് ചെയ്യാ. 40 കൊല്ലം, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, 40 കൊല്ലം കൊണ്ട് ഹജ്ജ് ചെയ്തു. അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല. മാലിക് റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പോയിട്ട് മടങ്ങി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ ഞാൻ ഹജ്ജ് ചെയ്തു, എന്റെ ഹജ്ജിനെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് അല്ലാഹ് നീ എനിക്കൊന്ന് അറിയിക്കണമെന്ന് പറയുമ്പോ മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു. എന്താണ് പറഞ്ഞു കൊടുത്തത് എന്നറിയോ? അല്ലയോ മാലിക്കേ, ഈ വർഷം ഹജ്ജ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളുടെ ഹജ്ജും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിച്ചു. ഇല്ലാ ലി വഹദാ, ഒരാളുടെ ഹജ്ജ് ഒഴികെ ബാക്കി എല്ലാ ആളുകളുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു. മാലിക്കേ, മാലിക് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അല്ലാഹ് ആരുടെ ഹജ്ജാ സ്വീകരിക്കാത്തത് ഒന്നറിയിക്കുമോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അറിയിച്ചു കൊടുത്തു. മാലികേ, നീ ആ കാണുന്ന സ്ഥലത്തേക്ക് നീ ഒന്ന് പോവുക. അവിടെ അതാ ഒരു മനുഷ്യൻ കൈമുറിച്ചിട്ട് എല്ലാ സമയത്തും ഇബാദത്തിലായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണാ. അവിടേക്ക് പോകും മാലികേ. മാലിക് റളിയല്ലാഹു തആല അൻഹു അവിടേക്ക് ഓടുകയാണ്. ചെല്ലുമ്പോഴോ ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്, സുജൂദിൽ കിടക്കുകയാണ്. സലാം വീട്ടിയ പാടെ മാലിക് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സലാം പറയുകയാണ്. ഈ മനുഷ്യൻ സലാം അടയിക്കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് എന്റെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാനല്ലേ? മാലിക് തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോ അവിടെ മനുഷ്യൻ പറയുന്ന, മാലിക് തങ്ങളെ 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, 3 കൊല്ലമല്ല, 4 കൊല്ലമല്ല, 10 കൊല്ലമല്ല, 40 കൊല്ലം കൊണ്ട് ഞാൻ ഹജ്ജുകൾ ചെയ്യുകയാണ്. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എന്റെ ഒരു ഹജ്ജ് പോലും സ്വീകരിച്ചിട്ടില്ല. മാലിക് തങ്ങൾ ചോദിച്ചു, അല്ല കാരണം എന്താണ്? അവിടെ പറഞ്ഞു, അല്ല മല്ലയോ മാലിക് തങ്ങളെ,
എന്റെ വീട്ടിൽ എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അതുപോലെ എന്റെ ഭാര്യയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എന്റെ ഉമ്മ എന്ത് പറഞ്ഞാൽ അത് ഞാൻ കേൾക്കാറില്ല, അത് ഞാൻ അനുസരിക്കാറില്ല, അത് ഞാൻ ബഹുമാനിക്കാറില്ല. പക്ഷേ എന്റെ ഭാര്യ എന്ത് പറഞ്ഞാലും അവളുടെ വാക്ക് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു, ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു, അത് ഞാൻ സാധിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഒരു വേള ഞാൻ എന്റെ വീട്ടിലേക്ക് പാതിരാത്രിയുടെ നിശബ്ദതയില്ല എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോ, എന്റെ ഭാര്യ പോലും ഉറങ്ങിക്കിടന്നപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് ഓടി വരികയാണ്. ആ സമയത്ത് എന്നെയും കാത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മ. എന്റെ ഭാര്യ ഉറങ്ങിയിട്ട് പോലും പൊന്നുമോനെ കാണാത്ത വിഷമത്താൽ വേദനയാ. പ്രിയപ്പെട്ട ഉമ്മയതാ വിളക്കും കത്തിച്ചിരുന്നു കൊണ്ട് കാത്തിരിക്കുകയാണ്. എന്റെ പൊന്നുമോനെ കാണുന്നില്ലല്ല അല്ലാ, ഒരുപാട് കിട്ടിയല്ല റബ്ബേ, ഒരുപാട് നേരം വൈകിയല്ല അല്ലാ. കണ്ണുനീരോടെ പ്രിയപ്പെട്ട ഉമ്മ എങ്ങനെ കാത്തുകൊണ്ടിരിക്കുമ്പോ പൊന്നുമോനതാ മൂക്കറ്റം മദ്യപിച്ചുകൊണ്ട് കടന്നു വരികയാണ്. വന്നപാട് ഉമ്മ പറഞ്ഞു, മോനെ കള്ള് കുടിക്കല്ലേ, അത് അല്ലാഹ്ക്കിഷ്ടമല്ല മോനെ, അത് അല്ലാഹ്ക്കിഷ്ടമല്ല മോനെ. മക്കളുടെ ഭാവി ചൊവ്വയാകുവാൻ വേണ്ടിയിട്ട് എരിയാലുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പറയുന്നത് പോലെ അവിടെ നിന്നും പറഞ്ഞു, മക്കളെ പൊന്നുമോനെ കള്ള് കുടിക്കല്ലടാ, അങ്ങനെ നീ അതിൽ പെട്ടുപോയാൽ പരാജയത്തിൽ പെട്ടുപോകും മോനെ എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് കത്തിക്കൊണ്ടിരുന്ന വിളക്ക് ഞാൻ അങ്ങെടുത്ത് തങ്ങളെ എന്റെ ഉമ്മാന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. തങ്ങളെ നോക്കുമ്പോ ഒരു ദീപന്തം പോലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ കത്തിക്കൊണ്ടിരിക്കുകയാ, കത്തി ഇങ്ങനെ ചാമ്പലാവുകയാ. എന്റെ ഉമ്മയെക്കാൾ സ്ഥാനം ഞാൻ എന്റെ ഭാര്യക്ക് ഞാൻ കൊടുത്തുപോയി. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ ഈ 40 കൊല്ലം കൊണ്ട് ഞാൻ ഹജ്ജ് ചെയ്തിട്ട് എന്റെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂല് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞത്, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. ഉമ്മാനെ ബഹുമാനിച്ചിട്ടില്ല എങ്കിലോ, ഉമ്മാനെ സ്നേഹിച്ചിട്ടില്ല എങ്കിലോ അല്ലാഹു നിന്റെ ഫർളോ നിന്റെ സുന്നത്തോ സ്വീകരിക്കൂല. മുഹമ്മദ് മുസ്തഫ ഒരു ഹജ്ജല്ല, 2 ഹജ്ജല്ല, 40 എണ്ണം ചെയ്തു. 40 എണ്ണം ചെയ്ത് അല്ലാഹു തആല സ്വീകരിച്ചോ? ഇല്ല. അതുകൊണ്ട് മക്കള്, ജീവിച്ചിരിക്കുന്ന മക്കൾ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തിനേറെ ഉപ്പായോട് സ്നേഹമുള്ള മക്കള്, ഉമ്മയോട് സ്നേഹമുള്ള മക്കള് ഈ സ്ഥലത്തിന്റെ സദസ്സിൽ ഇരിപ്പുണ്ടെങ്കിൽ അവരൊക്കെ രക്ഷപ്പെട്ടു വന്നാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ സല്ലല്ലാഹു, ഉറക്കെ ചൊല്ല് അലാ മുഹമ്മദ്. അല്ലാഹുവേ ഈ ചൊല്ലി സ്വലാത്ത് മദീനയിൽ എത്തിച്ച് അല്ലാഹ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ജീവിച്ചിരിക്കുമ്പോ ആഫിയത്തുള്ള ദീർഘായുസ്സോട് കൂടി ജീവിപ്പിക്കണ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഉപ്പയുടെ ഉമ്മയുടെയും പൊരുത്തം കിട്ടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുന്ന മാതാവിനും പിതാവിനും വേണ്ടി സേവനം ചെയ്താൽ അത് ഏറ്റവും നല്ല സന്തോഷമാണ്. ഇല്ല എങ്കിൽ അത് പരാജയമാണ്. അവിടെ നിന്ന് പറഞ്ഞില്ലേ നബി തങ്ങൾ, ഉമ്മയും ഉപ്പയും വിട പറഞ്ഞു പോയാൽ തന്നെ അവർക്ക് വേണ്ടി ഓരോ മക്കളും സൽക്കർമ്മങ്ങൾ ചെയ്യണം. അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഉപ്പയും ഉമ്മയും ഓരോ ദിവസവും വിളിച്ചു ചോദിക്കുകയാണ്, മക്കളെ ഉമ്മായുടെ അവസ്ഥ വല്ലാത്തതാണ്, ഉപ്പായുടെ അവസ്ഥയും പരിതാപകരമാണ്. നമ്മുടെ കബറിന്റെ അപ്പുറത്ത് കിടക്കുന്നവരൊക്കെ സന്തോഷത്തിലാണ്. പക്ഷേ എന്തുകൊണ്ടാ നിന്റെ ഉമ്മാക്ക് വേണ്ടി നിന്റെ ഉപ്പാക്ക് വേണ്ടി ഒരു സ്വതക്കയെങ്കിലും ചെയ്യാതെ അല്ലാഹുവിന്റെ ഇതുപോലെ
ഇതുപോലെയുള്ള ദീനിന്റെ സദസ്സുകൾ വെക്കുമ്പോ ഉമ്മാക്ക് ഉപ്പാക്ക് വേണ്ടി കണ്ണുനീരോടെ എന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാ ഇന്നിന്റെ മക്കൾക്ക് കഴിയുന്നോ? കബറിൽ കിടക്കുന്ന ഒരാളുടെ അവസ്ഥയെന്ന് പറയുമ്പോ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വരുന്നത് പോലെ അതിൽ ഒരാൾ ഒലിച്ചു വരുമ്പോ ഒരു കച്ചിത്തുരുപ്പം കിട്ടിയാൽ അതിൽ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നത് പോലെയാണ് കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ. ഉപ്പയും ഉമ്മയും വിളിച്ചു പറയും, ഇന്നും ഇവിടെ വെച്ചുകൊണ്ട് തന്നെ എത്രയോ കബറിൽ കിടക്കുന്ന ഉപ്പയും ഉമ്മയും വിളിച്ചു പറഞ്ഞു, നമുക്ക് വേണ്ടി എന്ത് സൽക്കർമ്മമാണ് എന്റെ മക്കൾ ചെയ്തിട്ടുള്ളത്, ഈ ഉപ്പാക്ക് വേണ്ടി വല്ലതും ചെയ്തോ, ഈ ഉമ്മാക്ക് വേണ്ടി ആരുടെ മണ്ണിന്റെ ഉള്ളറയിൽ വല്ലതും ചെയ്തോ എന്ന് കണ്ണുനീരോടെ ചോദിക്കുന്ന എത്രയോ ഉപ്പമാരുണ്ട്, എത്രയോ ഉമ്മമാരുണ്ട്. ഇതൊന്നും ചിന്തിക്കാതെ മനസ്സറിവില്ലാതെ മക്കളെന്ന് ദുനിയാവിന്റെ പുറത്തുകൂടി സഞ്ചരിക്കുമ്പോ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉപ്പയോടും ഉമ്മയോടും സ്നേഹമില്ലാതെ ഏതെങ്കിലും ഒരു മകൻ ഈ ദുനിയാവിന്റെ പുറത്തു ജീവിച്ചു പോയാൽ എന്റെ ഉപ്പ മരണപ്പെട്ടുവല്ലോ, എന്റെ ഉമ്മ മരണപ്പെട്ടുവല്ലോ, ഇനി അവരുടെ കാര്യം നോക്കണ്ട എന്ന് പറഞ്ഞാൽ കാര്യമില്ല. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കളാരുടെ മണ്ണിന്റെ ഉള്ളറയിൽ കഴിയുമ്പോ അവരെ വന്ന് സഹായിക്കേണ്ടുന്ന ബാധ്യത ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ മക്കൾ അവരെ സ്നേഹിക്കുക, എങ്ങനെയാണോ ബഹുമാനിക്കുക, എങ്ങനെയാണോ ഇഷ്ടപ്പെടുക, ഇതുപോലെയല്ലേ ആരുടെ മണ്ണാകുന്ന കബറിന്റെ ഉള്ളിലും അവരെ രക്ഷപ്പെടുത്തുക. ആ കബറിന്റെ അവസ്ഥ പറയാ എനിക്കോ നിനക്കോ കഴിയില്ലല്ലോ. മണ്ണിൽ കിടക്കുന്ന ഉപ്പയും ഉമ്മയും വല്ലാണ്ട് മക്കളോട് സ്നേഹത്തോട് വെട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കും, മക്കളെ ഉപ്പാക്ക് വേണ്ടി എന്ത് ചെയ്തു, ഉമ്മാക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇവരൊക്കെ മക്കളുടെ ഒരൊറ്റ ദുആയെ കാത്തുകൊണ്ട് കബറിൽ കിടക്കുകയല്ലേ. ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ ഒരു വിഷയം ഞാനിവിടെ നമ്മുടെ സംഘാടകരുടെ മുമ്പിൽ ഞാൻ കൊടുത്തപ്പോ അന്ന് കേൾക്കണം പഠിക്കണം എന്ന് മനസ്സിൽ വെച്ചവരുണ്ടോ? അൽഹംദുലില്ലാ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ അല്ലേ. നമ്മുടെ മക്കൾ, നമ്മളാകുന്ന മക്കൾ നമ്മുടെ ഉപ്പയെ നമ്മുടെ ഉമ്മയെ സ്നേഹിച്ചാലേ നമുക്കുണ്ടാകുന്ന മക്കൾ നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഉള്ളൂ. ആരുടെ വാക്കാണ്? അല്ലാഹുവിന്റെ വാക്കാ. അല്ലാഹ് വിളിച്ചു മൂസാ നബി അല്ലാഹുവിന്റെ വാക്കാണ്, പഠിച്ചോ. എന്റെ ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് കേട്ടോ, എന്റെ യുവാക്കളെ പഠിച്ചോ. ഔഹല്ലാഹു തആല ഇലാ മൂസാ യാ മൂസാ വഖിർ വാലിദൈക ഫഇന്ന മൻ വഖറ വാലിദൈ മദത്തു ലഹു ഫീ ഉംരിഹി ووهبت له ولدي بر ومن لق والدي قصرت عمره ووهبت له ولدي عقه. എന്താണല്ല പറഞ്ഞത്? മൂസാ നബിയെ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ ഏതൊരു മകനാണ് അവന്റെ പിതാവിനെ സ്നേഹിക്കുക? യുവാക്കളെ, എന്റെ ചെറുപ്പക്കാരെ, എന്റെ കൊച്ചുമക്കളെ പഠിച്ചോ, വളർന്നു വരുന്ന മക്കളെ പഠിച്ചോ. അല്ലാഹു പറയുകയാണ്, ഏതൊരു മക്കളാണ്, ഏതൊരു മകനാണ്, ഏതൊരു മകളാണ് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അങ്ങനെ ഉള്ളവർ കല്യാണം കഴിഞ്ഞാൽ, അവർക്കൊരു സന്താനം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു തആല പറയുകയാണ്, വവഹബതു ലഹു വലദയ്യ ബിർറു. അവരെ നോക്കുന്ന, അവരൊന്ന് രോഗിയായി പോയാൽ, അവരൊന്ന് കണ്ണുനീരിലായി പോയാൽ, അവരൊന്ന് കഷ്ടപ്പാടിലായി പോയാൽ, അവരെ നോക്കുന്ന സഹായിക്കുന്ന മക്കളെ ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറയുകയാണ്. മറിച്ചോ എന്താ? ഇനി ഒരാൾ വമൻ അഖ വാലിദൈ, ആരെങ്കിലും മാതാവിനെയും പിതാവിനെയും വേദനിപ്പിച്ചാൽ, വെറുപ്പിച്ചാൽ, ഖസ്സറതു ഉംറഹു, അവന്റെ ആയുസ്സിനെ അല്ലാഹു തആല ചുരുക്കി കളയുകയാണ്. വവഹബതു ലഹു വലദൈ ഇഖ്ഹു,
അവനെ നോവിക്കുന്ന, അവനെ വേദനിപ്പിക്കുന്ന, അവനെ വിഷമപ്പെടുത്തുന്ന മക്കളെ അല്ലാഹു തആല കൊടുക്കുമെന്ന് അല്ലാഹു തആല പറയാം. ഇന്ന് പല ഉപ്പമാരും ചിന്തിക്കുന്നുണ്ട്, ചിന്തിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. നിങ്ങളുടെ ഉപ്പമാരോട്, നിങ്ങളുടെ ഉമ്മമാരോട് എത്ര ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ യഥാർത്ഥമായിട്ട് അവർക്ക് നല്ല ഒരു സ്നേഹം കൊടുത്തവർ, ഒരു നേരത്തെ വിഷമം പോലും ഉപ്പാന്റെ ഉമ്മാന്റെ മനസ്സിന് തോന്നിക്കാതെ സന്തോഷത്തിന്റെ നിമിഷം കൊടുത്ത എത്ര ആളുകളായി ചിന്തിക്കാൻ വേണ്ടി പറയാ. ഉണ്ടാവൂല, ഉണ്ടിയെങ്കിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന 1-2 ആളുകൾ ഉണ്ടാവും. അല്ലാതെ മിക്കവുള്ളവരും ഉമ്മാനെ ഉപ്പാനെ വെറുപ്പിച്ചവർ പാതിരാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്ക് അവർ കിടക്കുമ്പോ അവരുടെ കണ്ണുനീരിങ്ങനെ ചുടുചോരയായിട്ട് ഒലിക്കുന്നത് മക്കൾ കാണുന്നുണ്ടോ? ഇല്ല, മക്കൾ കാണുന്നില്ല. എത്രയോ വീടുകളിൽ കോടിക്കണക്കിന് രൂപ അല്ലാഹു തആല മക്കൾക്ക് അല്ലാഹു തആല കൊടുക്കും. അവർ 5 നിലയും 3 നിലയൊക്കെ വീട് വെച്ച് താമസിപ്പിക്കുമ്പോ തന്റെ ഉമ്മാക്കും ഉപ്പാക്കും ആ വീട്ടിന്റെ അപ്പുറത്തൊരു ചെറ്റക്കോൽ കെട്ടിക്കൊടുക്കാറില്ലേ? സെപ്പറേറ്റ് വീട് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി. ഇവനിക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും വലിയ സമ്പാദ്യം? എവിടെ നിന്ന് കിട്ടി ഇവനിക്ക്? അവന്റെ ഉമ്മയും ഉപ്പയും അവനെ നോക്കി പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അവരിവനെ ഒരു കൈ പിടിച്ചു ഉയർത്തിയപ്പോ ഇന്ന് ആ ഉപ്പയും ഉമ്മയും ഇവനിക്ക് വല്ലാത്തൊരു വെറുപ്പ. ഇതെവിടെ നിന്ന് കിട്ടിയ ഒരു സമ്പ്രദായം? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറയാ, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉമ്മയെ വെറുപ്പിച്ചാൽ, ഉപ്പയെ വെറുപ്പിച്ചാൽ, അവരെ ചീത്ത വിളിച്ചാൽ, അവരെ ആക്ഷേപിച്ചാൽ നിനക്ക് സ്വർഗ്ഗമില്ല. പരിശുദ്ധ നബിയെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിചാരിച്ചു? കളിച്ച കാര്യമാണ് വിചാരിച്ചല്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും ജീവിച്ചിരിക്കുന്ന മാതാവും പിതാവും ഉണ്ട് എങ്കിൽ അവരെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. നിങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്ന മക്കളെ അല്ലാഹു തആല ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളോട് സ്നേഹം തോന്നിപ്പിച്ചു കൊടുക്കും. അല്ലാഹ് പറഞ്ഞ വാക്കാ, ഷമീറിന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതല്ല. അല്ലാഹ് തന്നെ വളരെയേറെ അടിപൊളിയിട്ട് കൊണ്ട് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അതിലേക്കൊന്ന് ഒരുങ്ങി വന്നു. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. വേദനയോടെ കണ്ണുനീരോടെ പ്രയാസത്തോടു കൂടിയിട്ട് ഫദ്ൽ റളിയല്ലാഹു തആല കിടക്കുമ്പോ അവിടുന്ന് കൈമുറിച്ചു മാറ്റാൻ പറയുകയാണ്. രാജാവിന്റെ കിങ്കരന്മാര് കൈമുറിച്ചു മാറ്റി. അവസാനം 2 കാലുകളും മുറിച്ചു മാറ്റാൻ ഉത്തരവ് വരികയാണ്. ആ സമയത്തോ 2 കാലുകളും മുറിച്ചു മാറ്റി, 2 കൈകളും മുറിച്ചു മാറ്റി. സുബ്ഹാനല്ലാഹ്. കരയുന്ന ഫാദിലത വേദനയാലെ നീങ്ങും നീ, മായാത്ത ദുഃഖത്താൽ കണ്ണുനീരും ഒലിക്കും നീ. കരയാതിരിക്കാനും കഴിയുകില്ല ആ നാളിലെ മായാത്ത വേദന ആരുമില്ല പറവീരേ. ഫളൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ കണ്ണവിടന്നങ്ങ് ചൂഴ്ന്നെടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വേദന കൊണ്ട് പിടയുകയാണ്. കൈകാലുകൾ മുറിച്ചു മാറ്റി. അവസാനം അതാ കിടക്കുന്നവര് വെറുമൊരു തണ്ടി പോലെ അര മുതൽ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. കണ്ണില്ല, 2 കൈയുമില്ല. ഈ ഫദ്ൽ റളിയല്ലാഹു തആല അൻഹുവിനെ ആളുകളെല്ലാവരും കൂടി ഒരു കുന്തത്തിൽ ഇങ്ങനെ കുത്തിയെടുക്കുകയാണ്. ഈ ഒരു കുന്തത്തിൽ ഇങ്ങനെ കുത്തിയെടുത്തുകൊണ്ട് അങ്ങാടിയിലേക്ക് കൊണ്ടുപോയിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഇതാരെന്നറിയോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളനാണെന്ന് വിളിച്ചു പറയുമ്പോ കണ്ണില്ലാത്ത ബഹുമാനപ്പെട്ട ഫദ്ൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നെ കള്ളനെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കല്ലേ, എന്നെ കള്ളനെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കല്ലേ. ഞാൻ കള്ളനല്ല, എന്റെ ഉമ്മാന്റെ പൊരുത്തമില്ല എന്ന് പറഞ്ഞു. എന്റെ ഉമ്മാന്റെ പൊരുത്തമില്ല എന്ന് നിങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലാതെ എന്നെ കള്ളനാക്കല്ലേ. ഫദ്ൽ റളിയല്ലാഹു തആല അൻഹു അവസാനം വിളിച്ചു പറയുന്നു, ഞാൻ കള്ളനല്ല, എന്റെ ഉമ്മാന്റെ പൊരുത്തക്കേടാണ്, അതുകൊണ്ട് എന്നെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുവെക്കുമോ എന്ന് ചോദിക്കുമ്പോ
എനിക്ക് വല്ലാത്ത വെള്ളം ദാഹമുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരൊറ്റ വെള്ളം മേടിച്ചു കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് കയ്യില്ല. ഫദൽ റളിയല്ലാഹു തആല അൻഹുവിനെ ആളുകളെല്ലാവരും കൂടി കൊണ്ടുപോയി ഒരു വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുവച്ചു. അവരെല്ലാവരും പിരിഞ്ഞു പോയി. ഉറക്ക ഫദൽ വിളിക്കാൻ തുടങ്ങി, എനിക്കൊരൊറ്റ വെള്ളം തരുമോ, വല്ലാത്ത വെള്ളം ദാഹമുണ്ട്. കണ്ണുനീരോടെ ഫദൽ റളിയല്ലാഹു തആല അൻഹു നോക്കി നിൽക്കുകയാണ്. എവിടെയാണ് നോക്കാൻ കണ്ണില്ലല്ലോ, കാറ്റുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അകത്തുന്നതാ ഒരു പെണ്ണിന് പറയുന്നു, നിങ്ങളൊരു അന്യപുരുഷനാണ്, എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക? അവിടെ പറഞ്ഞു പോയി, നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് രണ്ട് കണ്ണുമില്ല, എന്റെ രണ്ട് കണ്ണും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ചെയ്തോ, നിങ്ങളുടെ കൈ ഇങ്ങോട്ടൊന്ന് നീട്ടിത്താ. അവിടെ പറഞ്ഞ എന്റെ കൈയില്ല, എന്റെ കൈയും മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. അവസാനം നോക്കുമ്പോ ആ ശബ്ദമെന്ന് മനസ്സിലായി, അല്ലാ ഇതെന്റെ ഉമ്മാന്റെ ശബ്ദമാണല്ലോ, ഇതെന്റെ ഉമ്മയാണല്ലോ, ഇതൊരു അന്യ പെണ്ണല്ല. അല്ലാ ഫദൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളൊരു അന്യ പെണ്ണല്ല, എന്റെ ഉമ്മയാ, നിങ്ങൾ എന്നെ പോറ്റി വളർത്തിയ, എന്നെ പ്രസവിച്ച് തലോരിച്ച് താരോരിച്ച് വളർത്തിയ എന്റെ ഉമ്മയാ. ഉമ്മ ഇത് മറ്റാരുമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഫദലാണ് ഉമ്മ. എന്റെ കൈകൾ മുറിച്ചു മാറ്റി ഉമ്മ, എന്റെ കാലുകൾ മുറിച്ചു മാറ്റി ഉമ്മ, എന്റെ ശരീരങ്ങളൊക്കെ മുറിച്ചു മാറ്റി നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോന് ഫദലാണ്. ഒരു നേരത്തെ ആഹാരം കൊണ്ടുവരുമോ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ അവിടെ നിന്ന് വരുന്നുകൊണ്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തന്റെ പൊന്നുമോന് ഫദലാണ് കിടക്കുന്നത്. എന്റെ പൊന്നുമോനിക്ക് കൈയില്ല അല്ലാ, എന്റെ പൊന്നുമോനിക്ക് കാലില്ല അല്ലാ, രണ്ട് കണ്ണുകളില്ല അല്ലാ, ഒരു മാംസപിണ്ഡമായ എന്റെ പൊന്നുമോന്റെ വീട്ടിന്റെ കത്തത്തിൽ കിടക്കുകയാണ്. അവിടെ നിന്ന് പൊന്നുമോനെ എടുത്തു വെച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുന്നാര ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, റബ്ബേ എനിക്കിന്ന് ജീവിക്കണ്ട, എന്റെ പൊന്നുമോന്റെ ഈ ഒരു കോലം എനിക്ക് കാണാൻ കഴിയില്ല അല്ലോ, ഈ ഒരു മാംസപിണ്ഡത്തെ കാണാ എനിക്ക് എന്റെ കണ്ണിന് സാധിക്കില്ല അല്ലോ. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ എന്നെയും ഒരുപോലെ മരിപ്പിക്കണം അല്ലോ. എന്തുകൊണ്ടാണ് ഫളിലിന് ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടായത്? പ്രിയപ്പെട്ട മാതാവിന്റെ വാക്ക് കേൾക്കാതെ ആ മാതാവിന്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പോകല്ലേ മകനെ എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ വാക്കിനനുസരിക്കാതെ പോയപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കൊടുത്തിട്ടുള്ള കണ്ണിന്റെ പരീക്ഷണം ഇതുപോലെ നമുക്കും വന്നുകൂടെ എന്നില്ല. ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവരോട് ചെന്നുകൊണ്ട് പൊരുത്തം ചോദിച്ചിട്ടല്ലാതെ കിടന്നുറങ്ങരുത്. ഇത്രയും നേരം ഇവിടെ ഇരുന്ന് നിങ്ങൾ അൽഹംദുലില്ലാഹ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു, എന്നോട് നിങ്ങൾ നല്ല രീതിക്ക് സഹകരിച്ചു. അല്ലാഹുവേ ഈ ഇരുത്തം നിന്റെ സ്വർഗ്ഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ ഇരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗത്തിന്റെ ആനുകൂല്യങ്ങൾ നല്ലതുപോലെ കിട്ടുവാനും സ്വർഗ്ഗത്തിന്റെ സന്തോഷകരമായിട്ടുള്ള രീതിയിൽ അതിന്റെ ആഹ്ലാദത്താൽ നല്ല മനസ്സോടുകൂടി ജീവിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകണേ റഹ്മാനെ. അവസാനം ഒരു 3 സ്വലാത്തും കൂടി ആ റൗളയിലേക്ക് ഒന്ന് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ അടുത്തോട്ടേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലല്ലാഹു. നിങ്ങളുടെ മനസ്സിന് ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ ദുആ ചെയ്യും, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. എനിക്കൊരു പവറും ഇല്ല, നിങ്ങളുടെ ആമീന്റെ ബറക്കത്ത് എനിക്കും വേണ്ടത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ആമീൻ പറയും. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ
دين الإسلام حمدا طيبا جزيلا جميلا مباركا بدوام ملك الله اللهم صل وسلم على رسولك سيدنا وحبيبنا وهادينا وثمرة فؤادنا ومصطفى محمد صلى الله عليه وسلم أرحم الراحمين അല്ലാഹ് ദയാലുവായ പടച്ചവനെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് ഞങ്ങളെ നിന്റെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചിഴക്കല്ലേ അല്ലാഹ് അല്ലാഹുവേ നമ്മുടെ നാട്ടിൽ നിന്നും പല ആളുകളും പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നൊരു വാർത്ത കേട്ടുപോയി അല്ലാഹ് മാരകമായ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ് ഞങ്ങളുടെ നാട്ടിൽ നീ രോഗങ്ങൾ പോലെ മാരകമായ അസുഖങ്ങൾ പോലെ ഇറക്കിക്കൊണ്ട് നമ്മളുടെ നാടുകളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ് ഞങ്ങളുടെ നാടുകളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങൾ പാപികളാണ് അല്ലാഹ് ഞങ്ങൾ പാപങ്ങൾ നിറഞ്ഞ കരങ്ങളും മനസ്സുകളുമായി നിന്നോട് ചോദിക്കുമ്പോ നീ സ്വീകരിക്കാതെ മടക്കല്ലേ അല്ലാഹ് അല്ലാഹുവേ ഈ നശ്വരമാകുന്ന ദുനിയാവ് അല്ലാഹ് ഇതിന്റെ ചതിയിൽ ഞങ്ങൾ പെട്ടുപോയാൽ ഇതിനകത്ത് ഞങ്ങൾ പെട്ടുപോയാൽ പിന്നെ ഞങ്ങളെ കൈപിടിച്ചുയർത്താൻ ആരുമില്ല അല്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടിയവരുടെ മനസ്സിന്റെ മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്കണേ അല്ലാഹ് നീ ഹാസിലാക്കണേ റഹ്മാനേ അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിശുദ്ധമാക്കപ്പെട്ട കലിമത്തു തൗഹീദ് ഉറക്കെ ചൊല്ലി മരിക്കുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളിൽ പെട്ട പലരും മരണപ്പെട്ടാരണിമണ്ണിന്റെ ഉള്ളറയിലാണ് അല്ലാഹ് അവരുടെ അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല എന്താണെന്നറിയില്ല എല്ലാം അറിയുന്ന നാഥാ അവരുടെ ഖബറുടെ നീ സ്വർഗീയ ആരാമമാക്കണേ അല്ലാഹ് ഇടുക്കമാക്കല്ല റബ്ബേ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ് കഷ്ടത്തിലാക്കല്ലേ തമ്പുരാനെ അല്ലാഹ് നീറുന്ന മനസ്സുമായി കലങ്ങുന്ന കണ്ണുകളുമായി നിന്നോട് ചോദിക്കുമ്പോ നീ ഞങ്ങളെ തട്ടിക്കളഞ്ഞാൽ പിന്നെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരിലാഹില്ല അല്ലാഹുവേ നിന്റെ അടുക്കലേക്കല്ലാതെ കരമുയർത്താൻ ആളില്ല നിന്റെ അടുക്കലേക്കല്ലാതെ പറയാൻ ആളില്ല അല്ലാഹ് നീ ഞങ്ങളെ നിന്റെ മഹ്ശറയാകുന്ന കോടതിയിൽ പിടിച്ചു നിർത്തിയിട്ട് പരീക്ഷിക്കുന്ന ഭാഗ്യവതിയിലല്ലാത്ത ഭാഗ്യവതിമാരല്ലാത്ത മശാറത്തുൽ നുജൂർ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹുവേ നമ്മുടെ പലരും മറ്റ് നാടുകളിലാണ് അല്ലാഹുവേ ചതഞ്ഞരഞ്ഞ ശരീരങ്ങളുമായി നമ്മുടെ വീട്ടിലേക്ക് നീ കൊണ്ടെത്തിക്കല്ലേ റഹ്മാനേ അല്ലാഹ് ഞങ്ങളുടെ മക്കൾക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ് നമ്മുടെ മാതാപിതാക്കൾക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ് നമുക്കെല്ലാം എല്ലാമായിരുന്ന മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ ഞങ്ങളെ മരിക്കല്ലേ ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനേ അല്ലാഹുവേ നീ ഞങ്ങളെ കണ്ടിട്ടില്ല നീ ഞങ്ങളെ സ്വീകരിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ആരോട് ചോദിക്കും അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനേ അല്ലാഹ് മക്കളറിയാതെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു പോയി തെറ്റുകൾ ചെയ്തു പോയി അല്ലാഹുവേ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് മുഴുവൻ തെറ്റുകളും മാപ്പ് നൽകണേ അല്ലാഹ് മാതാവിന്റെ പിതാവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് ഞങ്ങളെ പിടിച്ചു നിർത്തല്ലേ അല്ലാഹ് അല്ലാഹുവേ ഇതിന് വേണ്ടി ഒരുങ്ങി നടന്ന ചെറുപ്പക്കാരെ ഇതിന് വേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുത്ത ഉസ്താദുമാരെ ഇതിന് വേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയ കാരണവന്മാരെ മുഴുവൻ ആളുകളെയും നീ കബൂലാക്കണേ അല്ലാഹ് അല്ലാഹ് ഇവിടെ
നിൽക്കുന്നവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാ, എന്റെ ഉമ്മയെ പോലെയുള്ള ഉപ്പമാരാണ് ഇവിടെയുള്ളത്, എന്റെ ഉമ്മയെ പോലെയുള്ള ഉമ്മമാരാണ് ഇവിടെയുള്ളത്, എന്റെ സഹോദരനെ പോലെയുള്ള ചെറുപ്പക്കാരാണ് ഇവിടെയുള്ളത്, നമ്മുടെ അല്ലാ നമ്മുടെ സഹോദരങ്ങളാകുന്ന കൊച്ചുമക്കളാണ് ഇവിടെയുള്ളത്. അല്ലാ, ആർക്കും നിന്റെ മാരകമായ രോഗം തന്നുകൊണ്ട് പെടുത്തണമേ അല്ലാ. മരിപ്പിക്കല്ലേ അല്ലാ, മരിപ്പിക്കല്ലേ റബ്ബേ. അല്ലാ, നമ്മുടെ മക്കൾ പറക്കമുറ്റിയെത്തുന്നതിന് തൊട്ട് മുമ്പായി 5ഉം 6ഉം 7ഉം വയസ്സുള്ളപ്പോ നമ്മുടെ മാതാപിതാക്കൾ നിന്റെ അടുക്കലേക്ക് വിളിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മക്കളുടെ പോക്ക് നോക്കിയിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്ന ഉമ്മാന്റെ അവസ്ഥ വരുത്തല്ലേ അല്ലാ. നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, അവരെ നീ പിടിച്ചു നിർത്തിയിട്ട് മക്കളെ നോക്കാത്തവരെ പറഞ്ഞിട്ട് അല്ലാ നരകത്തിന്റെ കുണ്ടിൽ വലിച്ചിഴക്കല്ലേ അല്ലാ. അല്ലാ, നമ്മുടെ മക്കള് നാളെ നമുക്കെതിരെ സാക്ഷി പറയും ഒരു മക്കളാക്കി മാറ്റല്ലേ റബ്ബേ. മാതാപിതാക്കൾക്ക് വേണ്ടി നല്ലതുപോലെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ, നീ പെടുത്തണേ റഹ്മാനേ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫാ നൽകണം അല്ലാ. ഈ 5-6 ദിവസം കൊണ്ട് നടത്തി വരുന്ന ഈ പരിപാടി നീ കാണണേ അല്ലാ. ഇതിലൂടെ നമുക്ക് നിന്റെ സ്വർഗത്തിലെത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാ, എരിയൽ എന്ന് പറയുന്ന നാടിനെ കബൂലാക്കണം അല്ലാ. ഈ സദസ്സിൽ നിന്റെ റഹ്മത്ത് ചൊരിക്കണേ അല്ലാ, നിന്റെ നിഅമത്ത് ചൊരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നീ ചൊരിച്ചില്ല എങ്കിൽ, നീ ഞങ്ങളെ കാത്തില്ല എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് രക്ഷയില്ല അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ മുഴുവൻ രോഗത്തെയും മാറ്റണമല്ലാ. അല്ലാ, ഒരു സന്താനത്തിനെ കാണാൻ കണ്ണുനീരോടെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെ ബറക്കത്ത് കൊണ്ട് ഒരു കുഞ്ഞിക്കാല് കാണാ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാ, അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ മക്കളെ പെടുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ പെടുത്തല്ലേ അല്ലാ. ഈ ചോദിക്കുന്നവനിക്കൊരു പവറുമില്ല അല്ലാ. ഇവിടെ നിൽക്കുന്ന ആരുടെയെങ്കിലും ഒരാളുടെ ആമീൻ സ്വീകരിച്ചാൽ അതിന് വേണ്ടിയാണ് ഈ വിനീതനും നിൽക്കുക. അല്ലാ, ഞങ്ങളുടെ ദുആയ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.